പ്രണാമം MT തുഞ്ചനുത്സവം 5-ാം ദിവസമായ ഇന്നത്തെ സെമിനാർ സെഷനാണ് ആരംഭിക്കുന്നത്. പതിവായി നമ്മൾ കാണുന്ന രീതിയിലുള്ള ഒരു രീതിയല്ല, ഇന്ന് സംഭാഷണ രൂപത്തിലാണ് നമ്മൾ ഈ സെഷൻ ആരംഭിക്കുന്നത്. 2 പ്രതിഭകളും പ്രഗത്ഭരുമാണ് നമുക്കിന്ന് സംഭാഷണത്തിനായി എത്തിയിട്ടുള്ളത്. 2 പേരെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും മുകുന്ദൻ നമുക്കറിയാം, പ്രശസ്ത നോവലിസ്റ്റ്, പ്രശസ്ത കഥാകൃത്ത്, പ്രഭാഷകൻ, നിറഞ്ഞ സാന്നിധ്യമാണ് സാഹിത്യത്തിൽ. എന്തൊരു വിഷയമുണ്ടാകുമ്പോഴും ആധികാരികമായി കേരളത്തോട്, സമൂഹത്തോട് സംസാരിക്കുന്ന പ്രതിപാദനനാണ് മുകുന്ദൻ. മുകുന്ദനെ സ്നേഹത്തോടെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുധീർ സാറെ കുറിച്ച് എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും നമുക്കറിയാം, പ്രശസ്ത എഴുത്തുകാരനാണ് അദ്ദേഹം, കോളമിസ്റ്റാണ്. മറ്റൊരു വലിയ സവിശേഷത, സാഹിത്യത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും അതുപോലെ തന്നെ രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ സജീവമായി കേരളത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന എഴുത്തുകാരൻ, പ്രഭാഷകൻ എന്നീ നിലയിലൊക്കെ പ്രശസ്തനാണ് അദ്ദേഹം. അദ്ദേഹത്തെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ ഈ സദസ്സ് ധന്യമാക്കിയ നിങ്ങളെ ഓരോരുത്തരെയും ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സത്യത്തിൽ വാസുവേട്ടനില്ലാത്തൊരു തുഞ്ചൻപറമ്പ് ശരിക്കും വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട്. പ്രായം അദ്ദേഹത്തെ കടന്നാക്രമിക്കുമ്പോഴും രോഗം കീഴ്പ്പെടുത്തുമ്പോഴും ഒന്നും ഈ ശൂന്യത അടുത്തറിഞ്ഞവർക്കുണ്ടായിരുന്നില്ല, അതുണ്ടാവുമെന്നുള്ള പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൽ നിന്നുള്ള മോചനം അത്ര എളുപ്പമല്ലെന്ന് എനിക്കറിയാം. MT അങ്ങനെ ഓർത്തെടുക്കുക എന്ന് പറയുന്നത് കുറേയൊക്കെ വൈകാരികവും പ്രയാസമുള്ള കാര്യമാണ്. അദ്ദേഹത്തെ സമഗ്രമായി പഠിക്കുക, അതൊക്കെ ചെയ്യേണ്ടത് കാലം ചെയ്യേണ്ട പണിയാണ്. വ്യക്തിബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരായിരുന്നു വാസുവേട്ടൻ എന്ന് ഓർത്തെടുക്കുക മാത്രമാണ് ഞങ്ങളിവിടെ ഉദ്ദേശിക്കുന്നത്. ഞാൻ ജനിക്കും മുമ്പേ MTയെ കണ്ട ആളാണ് മൂന്നേട്ടൻ. മൂന്നേട്ടൻ ആദ്യമായിട്ട് MTയെ കണ്ടത് 1965 പറഞ്ഞത്. പിന്നെയും 2 കൊല്ലം കഴിഞ്ഞാണ് ഞാൻ ജനിച്ചത്. അപ്പം അത്രമാത്രം ആഴമുള്ള ബന്ധം, ദീർഘമായ ബന്ധം വാസുവേട്ടനും മൂന്നേട്ടനും തമ്മിലുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നൊരു നമ്മുടെ ഇടയിലുള്ള ഒരു MT ബന്ധത്തിലെ ഒരു സമാനത എന്ന് പറയുന്നത്, ഞാൻ നോക്കുമ്പോൾ ആദ്യമായിട്ടൊരു സാഹിത്യോത്സവത്തിൽ MTയെ അഭിമുഖം നടത്തിയത് മുകുന്ദേട്ടനാണ്. 2011 തിരുവനന്തപുരത്ത് ലോകപ്രശസ്തമായ ഹേ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ നടന്നപ്പോൾ അതിൻ്റെ ഉദ്ഘാടന വേദിയിൽ MTയും മുകുന്ദനും തമ്മിലുള്ള സംഭാഷണം കേട്ടിരുന്നിട്ടുണ്ട് ഞാൻ. കൂട്ടത്തിൽ എനിക്ക് അവകാശപ്പെടാനുള്ളത്, MTയുമായി ഒരു സാഹിത്യോത്സവത്തിൽ ഏറ്റവും അവസാനമായിട്ട് ദീർഘമായ ഒരു അഭിമുഖം നടത്താനുള്ള ഭാഗ്യമുണ്ടായ ആൾ ഞാനാണ് 2024 കേരള സാഹിത്യോത്സവത്തിൽ. ഈ ആമുഖം മാത്രം പറഞ്ഞ് മുകുന്ദേട്ടൻ്റെ ആദ്യ MT അനുഭവം ഓർത്തെടുക്കുക, എന്നിട്ട് നമുക്ക് തുടങ്ങാം. മുകുന്ദേട്ടൻ, ഞാൻ MTയെ കാണാൻ പോയത് ശരിയാണ്, ഏകദേശം അത് 65 അല്ലെങ്കിൽ 66. അപ്പം ഞാൻ ഡൽഹിയിൽ നിന്ന് നാട്ടിൽ വന്നപ്പോൾ കോഴിക്കോട്ട് പോയി MTയെ കണ്ടതാണ്. അപ്പം ഞാൻ ആരെയാണ് കാണാൻ പോയത് എന്ന് എനിക്കറിയില്ലായിരുന്നു. അതായത് MT എന്ന എഴുത്തുകാരനെയാണോ അല്ലെങ്കിൽ MT എന്ന പത്രാധിപരെയാണോ ആരെയാണ് കാണാൻ പോയതെന്ന് എനിക്കറിയില്ല. ഞാനതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. MTയെ കാണാനാണ് പോയത്. പിന്നെ MTയുടെ ഓഫീസിൽ മുമ്പിൽ ഇരുന്നപ്പോൾ അപ്പോഴും ആരുടെ മുമ്പിലാണ് ഇരിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായിരുന്നില്ല. പക്ഷേ ഒരു വലിയൊരു സാന്നിധ്യം ഉണ്ടായിരുന്നു. കാരണം അപ്പോഴൊക്കെ MTയുടെ 4 കെട്ട് പുറത്ത് വന്നിരുന്നല്ലോ. അതിന് വളരെ മുമ്പ് തന്നെ 4 കെട്ട് പുറത്ത് വന്നിരുന്നു. അതൊക്കെ വായിച്ചിട്ടുള്ള ഒരു ഹരം
തലയിലുണ്ട്. പിന്നെ അതിന് പുറമെ പത്രാധിപരുമാണ്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ പത്രാധിപർ എന്ന് പറഞ്ഞാൽ ആ കാലത്ത് പിന്നെ ഏതൊരു എഴുത്തുകാരനും കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷെ എൻ്റെ ആദ്യത്തെ അനുഭവം ഭയത്തോടെയാണ് ഞാൻ MTയുടെ റൂമിൽ കയറി ചെന്നത്. എന്തിനാണ് ഭയപ്പെട്ടതെന്നറിയില്ല. ഒരുപക്ഷെ എൻ്റെ ചെറിയ പ്രായമായിരിക്കും അതിന് കാരണം. പിന്നെ MT അധികമൊന്നും സംസാരിച്ചിട്ടില്ല. എന്തോ ചിലതൊക്കെ ഞാൻ അങ്ങോട്ടും ഒന്നും അധികം സംസാരിച്ചിട്ടില്ല. മിക്കവാറും മൗനത്തിൻ്റെ ഭാഷയിലാണ് ഞങ്ങൾ സംസാരിച്ചത്. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ ചില വാക്കുകൾ പരസ്പരം കൈമാറി ഞാൻ തിരിച്ച് പോരുകയാണ് ചേരുന്നത്. പക്ഷെ ആ ഒരു സാന്നിധ്യം, MTയുടെ സാന്നിധ്യം, പ്രത്യേകിച്ച് MTയുടെ രൂപം അതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. അക്കാലത്ത് ഇന്നത്തേതുപോലെ നമുക്ക് ഫോട്ടോകളൊന്നും ഉണ്ടായിരുന്നില്ല. ഫോട്ടോകളില്ല, പിന്നെ ചാനലില്ല, ഇതൊന്നുമില്ല. അപ്പം നമുക്ക് എഴുത്തുകാരനെ കാണാനുള്ള അവസരം വളരെ കുറവാണ്. അപ്പം അന്നാണ് വാസ്തവത്തിൽ ഞാൻ MT ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ MTയുടെ മുറിയിൽ നിന്ന് തിരിച്ച് വന്ന് ബസ്സിൽ കയറി മാഹിയിലേക്ക് പോകുമ്പോൾ അങ്ങനെ വീട് വലിച്ചിരിക്കുന്ന MTയുടെ ഒരു രൂപം എൻ്റെ മനസ്സിൽ പതിഞ്ഞു. ആ രൂപം ഇപ്പോഴുണ്ട്, എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും മായാതെ. മുകുന്ദേട്ടൻ ഭയത്തോടെയാണ് MT ആദ്യം കണ്ടതെങ്കിൽ എനിക്ക് MTയുമായിട്ടുള്ള പരിചയത്തിൻ്റെ പുറകിലൊരു ധിക്കാരത്തിൻ്റെ കഥയാണ് പറയാനുള്ളത്. ഞാൻ കോളേജൊക്കെ കഴിഞ്ഞ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് ഗൗരവമായിട്ട് വായിച്ച് തുടങ്ങുന്ന കാലത്ത് MT പത്രാധിപരാണ്. അപ്പം അതിലൊരു പുസ്തക പ്രപഞ്ചമെന്ന് പറഞ്ഞിട്ടൊരു പങ്ക്തി ഉണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട പുതിയ പുസ്തകങ്ങളെക്കുറിച്ച് ആരെങ്കിലും 1-2 പേജുകൾ എഴുതും. അപ്പം അതിലിടയ്ക്ക് വന്ന 2-3 പുസ്തകങ്ങളെക്കുറിച്ചുള്ള കുറിപ്പുകൾ അത്രയൊന്നും ഗൗരവമുള്ള പുസ്തകങ്ങളെക്കുറിച്ചായിരുന്നില്ല. ഒരുപക്ഷെ സാധാരണ ലിറ്റററി ഫിക്ഷൻ പോലും അല്ലാത്ത ക്രൈം ത്രില്ലേഴ്സ് പോലുള്ള ജെഫ്രി ആർച്ചർ, സിഡ്നി ഷെൽഡൻ എന്നൊക്കെ പറയുന്ന, എൻ്റെ ഓർമ്മ അത്തരം എഴുത്തുകാരുടെ ഏതോ 1-2 പുസ്തകങ്ങളെക്കുറിച്ചുള്ള ചില കുറിപ്പുകൾ ആരോ എഴുതിയത് കണ്ടു. അപ്പോൾ അതിലെനിക്ക് യൗവനത്തിൻ്റെ തിളക്കം, ഒരു രോഷം വന്നു. എങ്ങനെയാണ് MT വാസുദേവൻ നായർ പത്രാധിപരായിരിക്കുന്ന ഈ വാരികയിൽ ഇത്രയും മോശപ്പെട്ട പുസ്തകങ്ങളെക്കുറിച്ചുള്ള കുറിപ്പുകൾ വരിക എന്ന് പറയുന്ന ഒരു ദേഷ്യം വന്നിട്ട് അന്ന് MTയുമായിട്ട് വളരെ അടുത്ത് പരിചയമുള്ള ഒരു പ്രസാധകനെ കാണാൻ എനിക്കിടയായി. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളും MTയും തമ്മിൽ വളരെ പരിചയമല്ലേ, അപ്പോൾ MTയോട് പറയണം, ഇത്തരത്തിലുള്ള മോശം പുസ്തകങ്ങളെക്കുറിച്ച് എഴുതാനുള്ള ഇടമല്ല മാതൃഭൂമി ആഴ്ചപ്പതിപ്പ്, അതല്ല നമ്മൾ MTയുടെ പത്രാധിപത്യത്തിലുള്ള വാരികയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഞാനന്ന് പറഞ്ഞയച്ചു. അപ്പോൾ MT വായിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള ആരാധനയൊക്കെ ഉള്ളപ്പോഴാണ് ഇങ്ങനെ ഒരു ധിക്കാരം ഞാൻ കാണിക്കുന്നത്. ഞാനതങ്ങ് മറന്നു. ഞാൻ വിചാരിച്ചു അത് അദ്ദേഹം പറയുമോ എന്ന് പോലും എനിക്കറിയില്ല. എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു രോഷം അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു 3-4 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് മാതൃഭൂമി വാരികയിൽ നിന്നൊരു കുറിപ്പ് വരികയാണ്. സഹദേവട്ടൻ സഹപത്രാധിപരായിരുന്ന K സഹദേവൻ അന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ സഹദേവട്ടൻ്റെ ഒരു കുറിപ്പാണ്, പ്രിയപ്പെട്ട NE സുധീർ, മാതൃഭൂമിയിലെ പുസ്തക പ്രപഞ്ചമെന്ന പങ്ക്തിയിലേക്ക് നിരന്തരം പുസ്തകങ്ങളെക്കുറിച്ച് എഴുതാൻ താങ്കളെ ക്ഷണിക്കുന്നു. താങ്കളുടെ പേര് പറഞ്ഞത് MT ആണ്. ഞാൻ അക്ഷരാർത്ഥത്തിൽ എഴുന്നേറ്റ് നിന്ന് പോയ നിമിഷമാണ്. കാരണം ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്തൊരു കാര്യം, ആഗ്രഹിക്കാത്തൊരു കാര്യം. ഞാനൊരു പരാതി പറഞ്ഞപ്പോൾ ആ പരാതിക്കാരനെ പിടിച്ച് ആ ജോലി ഏൽപ്പിക്കുക എന്ന് പറയുന്ന ഒരു പത്രാധിപരെ ഞാൻ നമിക്കുകയല്ലാതെ എന്താ ചെയ്യുക. ഞാൻ അങ്ങനെ അപ്പോഴും എനിക്ക് MT അറിയില്ല, ഒന്നും അറിയില്ല. ഞാനപ്പോൾ ആ ഇടയ്ക്ക് വായിച്ചിരുന്ന ചില പുസ്തകങ്ങളെക്കുറിച്ച് നിരന്തരം അതിനകത്ത് എഴുതി അയച്ചു തുടങ്ങി. അതൊരു മഹാഭാഗ്യമായിട്ട് കരുതുകയും ഏകദേശം 1.5 വർഷം ഞാൻ എഴുതുകയും ചെയ്തു. അതിനിടയിൽ MT മാതൃഭൂമി വിടുന്നു, കുറച്ചു കാലം കൂടി സഹദേവട്ടൻ തുറന്നു, സഹദേവട്ടൻ വിടുന്നു. എൻ്റെ പങ്ക്തി പിന്നീട് വന്ന പത്രാധിപർ ഞാൻ എഴുതുന്ന പുസ്തകങ്ങളുടെ 2 പതിപ്പ് കോപ്പി അവിടെ അയച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയും അതോടുകൂടി ആ പങ്ക്തി അവസാനിക്കുകയും ചെയ്തു. അപ്പോഴും എനിക്ക് MT അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ ആരാധന മൂത്തു. കാരണം ഇങ്ങനെയും ഒരു പത്രാധിപർ, അദ്ദേഹത്തിൻ്റെ പത്രത്തിൽ വന്ന ഒരു സംഗതിയെ വിമർശിച്ച ഒരാളോട് താനത് ഏറ്റെടുക്കൂ എന്ന് പറയുന്ന ഒരു ഔദാര്യം, അല്ലെങ്കിൽ ആ ഒരു മഹാമനസ്കത, ആ ഒരു കണ്ടെത്തൽ എന്ന് പറയുന്നത് എനിക്ക് വലിയ സന്തോഷമായി. ഞാൻ വായിക്കുന്ന ഒരാളാണെന്ന് തിരിച്ചറിയുകയും അത് ആവശ്യപ്പെടുകയും ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞ് MT കാണണം എന്നുള്ള ആഗ്രഹം വീണ്ടും ഉണ്ടാവുന്നു.
നടക്കാൻ പ്രയാസമായിരുന്നു. കാരണം ഞാൻ അങ്ങനെ തിരുവനന്തപുരത്തൊരു ഒറ്റപ്പെട്ട ജീവിതമാണ്, മറ്റാരെയും കാണുന്ന അധികമൊന്നുമില്ല. അപ്പോൾ ആയിടയ്ക്കാണ് ഒരു ദിവസം വള്ളത്തോൾ പുരസ്കാരം MTക്ക് കിട്ടുകയും തിരുവനന്തപുരത്ത് അത് വാങ്ങിക്കാൻ അദ്ദേഹം വരികയും ചെയ്തു. അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ ഒന്ന് കാണണം എന്ന് ആഗ്രഹമുണ്ട്. കാരണം ഒരു മേൽവിലാസമുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ പത്രത്തിൽ എഴുതുന്ന ഒരാളാണെന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും പോയി പരിചയപ്പെടാമെന്ന് പറയുന്ന അത്യാഗ്രഹത്തോടു കൂടി ഞാൻ ഈ വള്ളത്തോൾ പുരസ്കാരം നടക്കുന്ന ഇതുപോലൊരു ചടങ്ങിൻ്റെ ഒരു മൂലയിൽ പോയിട്ട് MT എങ്ങനെയെങ്കിലും കാണണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി യുവാവായ ഞാനെങ്ങനെ കാത്തു നിൽക്കുകയാണ്. പുരസ്കാര ചടങ്ങ് കഴിഞ്ഞ് MT ആരുടെയോ സഹായത്തോടു കൂടി ഇങ്ങനെ നടന്നെങ്ങനെ പോകുമ്പോൾ ഞാനിങ്ങനെ അടുത്തു പോയി നിന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ സുധീറാണ്, എന്നീ സുധീറാണ്. അപ്പോൾ കൈ ഇങ്ങനെ ചേർത്ത് നിർത്തി എൻ്റെ കൈ ഇങ്ങനെ തൊട്ടിട്ട് പറഞ്ഞു, ശ്രദ്ധിക്കാറുണ്ട് എന്നുള്ളത്. മലയാള സാഹിത്യത്തിലെ ഈ ശ്രദ്ധയാണ് മലയാള സാഹിത്യത്തെ ഇത്രയും ഉയരങ്ങളിൽ എത്തിച്ചത്. എല്ലാ എഴുത്തുകാരെയും അവരുടെ വലുപ്പ ചെറുപ്പം നോക്കാതെ ശ്രദ്ധിക്കുന്ന ഒരു പത്രാധിപരായിരുന്നു MT വാസുദേവൻ നായർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ചെറിയ അനുഭവം പറയാം. ഞാനൊരിക്കലൊരു കഥ എഴുതിയത് ഇന്ദ്രിയങ്ങളിൽ ശൈത്യം എന്നുള്ള ഒരു കഥയാണ്. പക്ഷേ ഞാൻ എഴുതുന്ന ഒരു പക്ഷേ മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ 10 കഥകളിൽ പെടുന്ന ഒന്നാണത്. അപ്പോൾ ഈ കഥ അയച്ചിട്ട് ഒരു വിവരം ഉണ്ടായിരുന്നില്ല. സാധാരണഗതിയിൽ പിന്നെ MT മറുപടിയൊന്നും അയക്കില്ല. കഥ അയച്ചു കഴിഞ്ഞാൽ കഥ വരും, ചിലപ്പോൾ ഒരു മാസം എടുക്കും, 2 മാസം എടുക്കും. ഇത് ഏതാനും മാസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു വിവരവുമില്ല. അപ്പോൾ എന്ത് പറ്റിയെന്നുള്ള എനിക്ക് വലിയ ആശങ്ക തോന്നി. ഒരുപക്ഷെ കഥ MTക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലോ എന്ന്. ഏതായാലും പിന്നീട് ഞാൻ ആ കഥയെ മറക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ആ കാലത്ത് റിപ്പബ്ലിക് ഡേക്ക് നമ്മുടെ ഭാഷയിൽ നമ്മുടെ രാജ്യത്ത് പ്രധാനപ്പെട്ട ഭാഷകളിൽ പിന്നെ പ്രധാനപ്പെട്ട കഥകൾ അതിൽ വരും. ഒരു ഭാഷയിൽ നിന്ന് ഒരു കഥ. അപ്പോൾ അതിൽ മലയാളത്തെ പ്രതിനിധീകരിക്കുക എന്നുള്ളത് വലിയൊരു അംഗീകാരമാണ് അക്കാലത്ത്, ഇന്നും അങ്ങനെ തന്നെ. അപ്പോൾ MT ചെയ്തത് ഈ കഥ ഈ റിപ്പബ്ലിക് പതിപ്പിലേക്ക് പ്രസിദ്ധീകരിക്കാനായിക്കൊണ്ട് മാറ്റിവെച്ചു. അതെന്നോട് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. പരസ്യം കണ്ടപ്പോഴാണ് എനിക്കിത് മനസ്സിലാകുന്നത്. അപ്പോൾ ഞാൻ ശരിക്കും വിറച്ചു പോയി, സന്തോഷം കൊണ്ട് വിറച്ചു പോകുമെന്ന് തിരിച്ചറിഞ്ഞത് അപ്പോഴാണ്. അങ്ങനെ എല്ലാം തന്നെ നിശബ്ദമായിട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പം MTയുടെ ആ ഒരു കാലത്ത് ആളുകൾ ധാരാളം സംസാരിച്ചിരുന്നു. MTയുടെ നല്ല MTയുടെ പ്രധാനപ്പെട്ട രചനകളൊക്കെ വരുന്ന ഒരു കാലമുണ്ടല്ലോ. അപ്പം അന്ന് ബഷീറും എല്ലാവരും തന്നെ സജീവമായി നിൽക്കുന്ന ഒരു കാലം. ആ കാലത്ത് എല്ലാ എഴുത്തുകാരും ധാരാളം സംസാരിച്ചിരുന്നു. MT മാത്രമാണ് ഏറ്റവും കുറച്ച് സംസാരിച്ചത്. അപ്പോൾ ഈ സമയമൊക്കെ MT എന്ത് ചെയ്തു എന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു. അതായത് പിന്നെ മറ്റുള്ളവർ സംസാരിക്കുന്നത് പോലെ സംസാരിക്കാതെ ഇരുന്ന് ലാഭിച്ച സമയം. പക്ഷെ അത് MT പിന്നെ നിശബ്ദയുടെ ഭാഷയാണത്. അതായത് മറ്റുള്ളവർ സംസാരിക്കുന്നത് പോലെ സംസാരിക്കാതെ നിശബ്ദനായിരുന്നുകൊണ്ട് നിശബ്ദയുടെ ഭാഷയിൽ സംസാരിക്കുക. അപ്പോൾ എങ്ങനെയാണ് MT ആ സമയം ഉപയോഗിച്ചത് എന്ന് വെച്ചാൽ ചിന്തിക്കാൻ വേണ്ടിയാണ്. മറ്റുള്ളവർ സംസാരിക്കുമ്പോഴും ചിരിക്കുമ്പോഴും ഉച്ചത്തിൽ ചിരിക്കുമ്പോഴും ആഹ്ലാദിക്കുമ്പോഴും ഒക്കെ MT ചിന്തിക്കുകയാണ് ചെയ്തത്. അപ്പം ഒരു എഴുത്തുകാരനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം അതിനിപ്പം ഒരുപക്ഷെ MT മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് വേറെ ചില എഴുത്തുകാരെ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ചിട്ട് പിന്നെ വിദേശത്തുള്ള എഴുത്തുകാരെ. കാരണം ഏറ്റവും കൂടുതൽ വിദേശ സാഹിത്യം വായിച്ചിട്ടുള്ള ആളാണ് MTയോളം എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും വായിച്ചിട്ടുണ്ടെന്ന്. അത്രയും വിദേശ സാഹിത്യം. അതുകൊണ്ട് ഞാൻ ഒരു വിദേശ സാഹിത്യകാരനെ കുറിച്ച് ഈയിടെ വായിക്കാനിടയായി. ഒരു ജെറാൾഡ് മെർമെയിൻ. അപ്പം ജെറാൾഡ് മെർമെയിൻ്റെ അദ്ദേഹം താമസിക്കുന്നത് ഒരു പിന്നെ ഗ്രാമത്തിലാണ്. അവിടെ ആകെയുള്ളത് 300 പേരാണ്. 300 പേരാണ് അവിടെ താമസിക്കുക, അവിടുത്തെ പോപ്പുലേഷൻ. അപ്പം ഇദ്ദേഹം താമസിക്കുന്നത് ഒരു മുറി വീട്ടിലാണ്, ഒറ്റൊരു മുറി. അദ്ദേഹം എവിടെയും പോവില്ല. അദ്ദേഹം
ഈ 300 ആളുകളുടെ ഗ്രാമത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്, പുറത്തു പോകില്ല, ലോകം കണ്ടിട്ടില്ല. അവിടെ ഇരുന്നുകൊണ്ട് നിശബ്ദനാണ്, അവിടെ നിന്ന് വായിക്കും. അദ്ദേഹം വായിച്ചത്ര ആരും വായിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്, ഒരു എഴുത്തുകാരനും. പിന്നെ അദ്ദേഹം സ്വയം ഭക്ഷണം പാകം ചെയ്യും. അദ്ദേഹത്തിന് ബിയർ കുടിക്കാൻ ഇഷ്ടമാണ്, പക്ഷേ ബിയർ മാർക്കറ്റിൽ പോയി മേടിക്കില്ല, സ്വയം ബ്രൂ ചെയ്യാണ്, സ്വയം ബിയർ ഉണ്ടാക്കി കുടിക്കും. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ, നിശബ്ദതയിൽ ജീവിക്കുന്ന, അഗാധമായി ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ നോബൽ പ്രൈസ് കിട്ടുമെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു എഴുത്തുകാരൻ, അദ്ദേഹം ഓസ്ട്രേലിയനാണ്. അപ്പോൾ ഓസ്ട്രേലിയയിലെ വളരെ പ്രധാനപ്പെട്ട 2 എഴുത്തുകാരുണ്ടല്ലോ, പാട്രിക് വൈറ്റ്, പിന്നെ ഒരു കാരിയുണ്ട്. അപ്പോൾ ഈ 2 എഴുത്തുകാർ ഈ 2 എഴുത്തുകാരെ കുറിച്ചും പറയുന്നത് ഇവർ ഓസ്ട്രേലിയൻ സാഹിത്യത്തിൻ്റെ ഉപരിഭാഗമാണെന്നുള്ളതാണ്. ആ സാഹിത്യത്തിൻ്റെ ഉപരിഭാഗമാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ എഴുത്തുകാരൻ ഉൾഭാഗമാണ്, ആന്തരിക ഭാഗമാണ്. ഇതാണ് MT. മറ്റു ഒരുപാട് എഴുത്തുകാർ നമുക്കുണ്ട്, അവർ മലയാള സാഹിത്യത്തിൻ്റെ ഉപരിഭാഗമാണ്. MT നമ്മുടെ മലയാള സാഹിത്യത്തിൻ്റെ ആന്തരിക ഭാഗമാണ്, ആഴമാണ്. ഇതാണ് എനിക്ക് MT-യെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഇപ്പോൾ ഇവിടെ ഇരുന്ന് ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ തോന്നിയ ഒരു ആശയം. മൂന്നിടം പറഞ്ഞ പോലെ MT നിശബ്ദനായി വെറുതെ ഇരിക്കുമ്പം പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. MTയുടെ കൂടെ എന്നും ഒരു കൂട്ടുണ്ടായിരുന്നു, അത് BD ആയിരുന്നു. ഞാൻ ഈയിടെ ആമസോൺ ഹൗസിൻ്റെ ഒരു ഇൻ്റർവ്യൂ കേൾക്കുമ്പോൾ അദ്ദേഹത്തെ എപ്പോഴും സിഗരറ്റ് ഇല്ലാതെ അദ്ദേഹത്തെ ചിന്തിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ചിന്തിക്കണമെങ്കിൽ BD വേണമെന്നുള്ള അവസ്ഥയിലായിരുന്നു MT. എപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം മനുഷ്യാവസ്ഥയെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു എന്നുള്ളതാണ് സത്യം. ഓരോ നിമിഷത്തിലും MTക്ക് പ്രിയപ്പെട്ട ഹെമിംഗ്വേ ഒരുപാട് തരത്തിൽ MT ഒരുപക്ഷെ സമാനതകൾ ജീവിതത്തിൽ ഉണ്ടാക്കുകയോ ചെയ്തിട്ടുണ്ട്. ഹെമിംഗ്വേ പറയുന്നൊരു കാര്യമുണ്ട്, വെൻ പീപ്പിൾ സ്പീക്ക് യു മസ്റ്റ് കംപ്ലീറ്റ്ലി ലിസൺ ടു ദം എന്നാണ്. MTയോട് സംസാരിക്കുമ്പം MT പൂർണ്ണമായും ആരോട് സംസാരിക്കുമ്പോഴും പൂർണ്ണ ശ്രദ്ധയിൽ മാത്രമേ കേൾക്കാറുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രധാനം. നമ്മൾ അന്ന് പറഞ്ഞത് MT വർഷങ്ങൾക്ക് ശേഷം മനസ്സിൽ ഓർത്ത് വെച്ച് അതിന് ഉത്തരം പറയും. എൻ്റെ രണ്ടാമത്തെ MT അനുഭവം ഗബ്രിയേൽ ഗാർഷ്യ മാർക്കേസ് മരിച്ചപ്പോൾ, അതിനിടയിൽ ഒരിക്കൽ എന്നെ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്, പിന്നീട് ഒന്നുമില്ല. പക്ഷേ എസ് ജയചന്ദ്രൻ നായർ, പത്രാധിപരായിരുന്ന എസ് ജയചന്ദ്രൻ നായർ ഒരു പുസ്തകം എഴുതിയപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ പുസ്തകം അത് കോഴിക്കോട് വെച്ച് MT വാസുദേവൻ നായർ പ്രകാശനം ചെയ്യണം, അതിന് ആർട്ടിസ്റ്റ് നമ്പൂതിരിയും വീരേന്ദ്രകുമാറും പങ്കെടുക്കണം, ഞാൻ അവരോട് പറയാം, താനൊന്ന് പോയി അതൊന്ന് നോക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ജയചന്ദ്രൻ സാറിൻ്റെ കെയർ ഓഫ് പറഞ്ഞിട്ട് MTയുടെ വീട്ടിലേക്ക് പോവുകയാണ്, സിത്താരയിലേക്ക് പോവുകയാണ്. സിത്താരയുടെ പ്രത്യേകത, സിത്താരയുടെ വീട്ടിൻ്റെ ആ വാതിൽ, മുന്നിലത്തെ വാതിൽ ഒരിക്കലും അടഞ്ഞു കിടക്കാറില്ല പകൽ. ഒരു മോസ്കിറ്റോ നെറ്റുള്ള ഡോറിങ്ങനെ അടഞ്ഞു കിടക്കും എന്നല്ലാതെ ആ വാതിൽ തുറന്ന് കിടക്കും. പക്ഷേ ആ എഴുത്തുകാരൻ്റെ വീട്ടിലേക്ക് ആരും അവിടെ അധികം ചെല്ലാറുമില്ല. അത് അങ്ങനെ ഒരു വിചിത്രമായ ഒരു അനുഭവമുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ജയചന്ദ്ര സാറിൻ്റെ കെയർ ഓഫും പറഞ്ഞുകൊണ്ട് MTയെ കാണാൻ പോവാണ്. ഫോൺ ചെയ്ത് പറഞ്ഞു, ഞാൻ നാളെ വരാം, അങ്ങനെ രാവിലെ വരുമെന്ന് പറഞ്ഞു. അതൊരു ശരിക്കും ഒരു അനുഭവമാണ്. ഞാൻ അവിടെ ചെന്നിട്ട് ഇതുപോലെ തുറന്നു കിടക്കുന്ന വാതിൽ എന്ത് പറയണം, എങ്ങനെ പറയണം, എങ്ങനെയാണ് MTയുടെ മുന്നിൽ പോയി ഇരിക്കാൻ പോവാണ്, എന്ത് ചെയ്യും എന്നറിയാതെ അസ്വസ്ഥനായിട്ട് ഇങ്ങനെ പോയി. ഞാൻ ആ ബെല്ലടിച്ചു, അദ്ദേഹം എന്തോ അവിടെ നിന്നൊരു ശബ്ദം ഉണ്ടാക്കി. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ വിളിച്ചിരുന്നു, സുധീറാണ്, അകത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ പോയി ഇരുന്നു. അദ്ദേഹത്തിൻ്റെ, ഞാൻ ഈ പറഞ്ഞ പോലെ ബീഡി വലിച്ച് അദ്ദേഹത്തിൻ്റെ സവിശേഷമായ വേഷവിധാനത്തിൽ ലുങ്കിയൊക്കെ ഇങ്ങനെ പാത്ത്, ഷർട്ടിന് ബട്ടണൊന്നും ഇടാതെ അങ്ങനെ അവിടെ ഇരുന്ന് ബീഡി വലിച്ച് ആ സെറ്റിയിൽ അങ്ങനെ ഇരിക്കുകയാണ്. അത് മറക്കാനാവാത്ത രൂപം. മരണത്തിൻ്റെ തൊട്ട് മുമ്പ് ഉള്ള വീട്ടിലിരിക്കുമ്പോഴും ഞാൻ കണ്ടു. എത്രയോ തവണ അങ്ങനെ അല്ലാതെ MT വാസുദേവൻ നായർ ആ വീട്ടിൽ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ അവിടെ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിരുന്ന്, അപ്പോൾ എന്നോട് ജയചന്ദ്ര സാർ ഒരു കാര്യം പറഞ്ഞിരുന്നു, പോയിരുന്നാൽ ആദ്യത്തെ 10 നിമിഷം നിശബ്ദതയായിരിക്കും, പ്രയാസം ഉണ്ടാവരുത്, അത് കടന്നാൽ മാത്രമേ സംസാരത്തിലേക്ക് വരുള്ളൂ, അതുവരെ ചുണ്ടനക്കലുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കാത്ത് ഞാൻ അങ്ങനെ ഇരുന്നു. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനൊരു ആവശ്യത്തിനാണ് വന്നത്, ജയചന്ദ്രൻ സാറിൻ്റെ ഒരു പുസ്തകം പ്രസാദനം ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പ്രകാശനമാണ്, അപ്പോൾ അത് വാസുവേട്ടൻ ചെയ്തു തരണം, അതിനു വേണ്ടിയാണ് വന്നത്. അപ്പോൾ ഏത് ദിവസമാണ് സൗകര്യം എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ആരാണ് വേറെ? ഞാൻ പറഞ്ഞു, വീരേന്ദ്രകുമാറുണ്ട്, നമ്പൂതിരിയുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ വീരേന്ദ്രകുമാറിൻ്റെ സമയം ചോദിക്കൂ, അദ്ദേഹം എന്നെക്കാൾ തിരക്കുള്ള ആളാണെന്ന്. MTയെ വീണ്ടും നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റും ഇതിൽ.
തൻ്റെ കൂടെ ആരാണുള്ളത്, അദ്ദേഹം തന്നെക്കാൾ തിരക്കുള്ള ആളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമയം ചോദിക്കൂ എന്ന് പറയുന്ന ആ മനസ്സുണ്ടല്ലോ, ആ കൃത്യതയുണ്ടല്ലോ. അപ്പോൾ എനിക്ക് സമാധാനമായി. ഞാൻ പറഞ്ഞത് ഞാൻ ചോദിച്ചിട്ട് വിളിക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ നേരെ തിരിച്ച് വീരേന്ദ്രകുമാറിൻ്റെ അടുത്ത് പോവുകയാണ്. അദ്ദേഹം പറഞ്ഞത് നേരെ തിരിച്ചാണ്. MTയോട് സമയം ചോദിക്കുക, അദ്ദേഹത്തിൻ്റെ തിരക്കല്ലേ, അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ്. ഇതാണ് വലിയ മനുഷ്യർ തമ്മിലുള്ള അങ്ങനെ അന്ന് നമ്മളൊരു സമയം തീരുമാനിച്ച് ആ ചടങ്ങ് നടക്കുകയാണ്. ആ ചടങ്ങിൻ്റെ ഒരാഴ്ച മുന്നേ എനിക്ക് ഞെട്ടലില്ല, പക്ഷേ പതിവില്ലാത്തൊരു കാര്യം നടന്നു. ജയചന്ദ്രൻ സാർ പറഞ്ഞു ഞാൻ ചടങ്ങിൽ വരില്ല. അദ്ദേഹത്തിൻ്റെ സ്ഥിരം പതിവാണത്, അദ്ദേഹം വേദികളിൽ വരില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തക പ്രകാശനം ആയതുകൊണ്ട് വരുമെന്നുള്ള ധാരണയിലാണ് ഞാൻ മുന്നോട്ട് പോയത്. പക്ഷേ അദ്ദേഹം പറഞ്ഞു ഞാൻ ഉണ്ടാവില്ല, അപ്പോൾ അവർ വരട്ടെ, അതൊരു ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു അസാധ്യമായ കാര്യമാണ്. കാരണം MT വാസുദേവനെ പോലുള്ള ആളോട് പുസ്തകം പ്രകാശനം ചെയ്യാൻ പറയുന്നു, അത് എഴുതിയ ആൾക്ക് വരാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് എങ്ങനെ ഞാൻ പറയും? അപ്പോൾ ജയചന്ദ്രൻ നായരെ അറിയുന്നത് കൊണ്ട് ഞാൻ എന്തായാലും MTയെ ഒന്ന് വിളിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനൊരു പ്രതിസന്ധി ഉണ്ട്, എന്ത് ചെയ്യാൻ പറ്റും, വാസുവേട്ടൻ എന്താ തോന്നുന്നു ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാനത് പ്രതീക്ഷിച്ചതാ, സാരമില്ല, എനിക്ക് വിരോധമൊന്നുമില്ല, നടത്തുമെങ്കിൽ നമുക്ക് നടത്താമെന്ന്. ഇത് വീണ്ടും ഒരു MTയെ നമ്മൾ തിരിച്ചറിയുകയാണ്. വലിയ എഴുത്തുകാരനായ MT മറ്റൊരു പത്രാധിപരുടെ മനോഭാവം മനസ്സിലാക്കിയിട്ട് ആ പ്രകാശന ചടങ്ങിൽ വരികയാണ്. അപ്പോൾ പ്രകാശന ചടങ്ങിൽ വന്നു. ആ സമയത്ത് ഇവർ 3 പേരും ഞാനുമുണ്ട്. ആ പ്രകാശനം കോഴിക്കോട് KHP കേശവമേനോൻ ഹാളിൽ നടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഏകദേശം ഒരു 5 മണിക്കാണ് ചടങ്ങ്. ഒരു 4:45 ആകുമ്പം വാസുവേട്ടൻ വന്നു, കാറിൽ വന്ന് ഇറങ്ങി. അപ്പോൾ അടുത്തുള്ള മുറിയിൽ വീരേന്ദ്രകുമാറും നമ്പൂതിരി സാർ ഇരിപ്പുണ്ട്. അപ്പോൾ വന്നപ്പോൾ ഞാൻ വാസുവേട്ടനോട് പറഞ്ഞു, വാസുവേട്ടൻ അവരിരിപ്പുണ്ട്, നമുക്ക് വേണം അവിടെ കയറി ഇരുന്നിട്ട് പോവാം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു വേണ്ട, നമുക്ക് നേരെ സ്റ്റേജിലേക്ക് പോവാമെന്ന് പറഞ്ഞു. അപ്പം ഞാനിത് വീണ്ടും എന്ത് പറ്റി, കാരണം ഇവർ 2 പേരും ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ വരാത്തതെന്ന് ചോദിച്ചപ്പോൾ അപ്പോഴാണ് എന്നോട് അദ്ദേഹത്തിൻ്റെ ഡ്രൈവറൊക്കെ ആയിരുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു പൊതുവേ ഇന്ന് രാവിലെ തൊട്ട് ഈ യോഗത്തിൻ്റെ പ്രസംഗത്തെക്കുറിച്ച് മനസ്സിൽ ഇങ്ങനെ നടക്കുകയായിരിക്കും. പൊതുവെ അതിനിടയിൽ മറ്റുള്ളവരോട് സംസാരിക്കുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും. അത് സത്യമായിരുന്നു. അദ്ദേഹം നേരെ ആ രാവിലെ അന്നത്തെ പരിപാടി, ആ പ്രഭാഷണം എന്ന് പറയുന്നത് മനസ്സിലിട്ട് നടന്ന് അതാണ് പ്രസംഗമായിട്ട് അവിടെ വരിക. അതുകൊണ്ടാണ് MT പ്രസംഗിക്കുന്നത് അടുത്ത ലക്കത്തിൽ ഏത് വാരികയ്ക്കും ടെക്സ്റ്റായി മാറ്റമില്ലാതെ കൊടുക്കാൻ പറ്റുന്നത്. ഒരു പത്രാധിപർ എന്ന് പറയുന്നത് പ്രസംഗത്തിൽ പോലും അച്ചട്ടായ ഒരു പത്രാധിപരായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനം. അന്ന് അങ്ങനെയാണ് ആ ചടങ്ങ് തീർന്നതും അതിലെ പ്രസംഗം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, അത്ര കൃത്യതയോടുകൂടി. അപ്പോൾ താൻ ഏറ്റെടുക്കുന്ന കാര്യങ്ങളിലുള്ള ശ്രദ്ധ, തന്നോട് സംസാരിക്കുന്ന മനുഷ്യരിലുള്ള ശ്രദ്ധ, ഇത് MTയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഞാൻ കാണുകയാണ്. നമ്മൾ MTയുടെ ഒരു ഇമേജിനെ പറ്റി ഇപ്പോൾ പറഞ്ഞല്ലോ, ഈ ബീഡി വലിച്ചിരിക്കുന്ന MT. അപ്പോൾ ഞാൻ അവസാനമായിട്ട് MTയെ തുഞ്ചൻപറമ്പിൽ ഇവിടെ വെച്ച് കണ്ടപ്പോൾ MTയുടെ കോട്ടേജിൽ അതിൻ്റെ പുറത്ത് MT തനിയെ ഇരിക്കുകയായിരുന്നു, ഒരു ബീഡി വലിച്ചുകൊണ്ട്. അപൂർവമായിട്ട് മാത്രമേ അങ്ങനെ ഒരു അവസരം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ അടുത്ത് ചെന്നിരുന്നു, അല്പനേരം സംസാരിച്ച്. അപ്പോഴൊക്കെ തുടർച്ചയായിട്ട് ബീഡി വലിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ബീഡി വലിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ലല്ലോ. അപ്പോൾ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ജീവിതത്തിൽ ചില ചെറിയ ചെറിയ സന്തോഷങ്ങളുണ്ട്. ഈ സന്തോഷങ്ങൾ മുഴുവൻ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നീട് എന്താണ് ജീവിതം എന്താണ് ജീവിതം എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അത് ശരിയാണ്, നമുക്ക് ചെറിയ ചെറിയ സന്തോഷങ്ങളുണ്ടെങ്കിൽ അതിനെല്ലാം തന്നെ ഉപേക്ഷിച്ചിട്ട് നമുക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും എന്നുള്ള ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. പിന്നെ MT സുധീർ പറഞ്ഞതുപോലെ എല്ലാറ്റിനെക്കുറിച്ചും ചിന്തിക്കുന്ന ഒരാളായിരുന്നു. MTയുടെ വാക്കിനും പ്രഭാഷണത്തിനും എനിക്ക് തോന്നുന്നു MTയുടെ ചിരിക്ക് പോലും അതിൻ്റെ ഒരു ചിന്തയുണ്ട് അതിൻ്റെ പിന്നിൽ. നമ്മളെപ്പോലെ ഇങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് MT ചിരിക്കില്ലല്ലോ, ചിന്തിച്ചുകൊണ്ടാണ് ചിരിക്കുന്നത്. അപ്പം എല്ലാം തന്നെ എനിക്ക് തോന്നുന്നത് MTയുടെ അവസാന നിമിഷം പോലും. പിന്നെ എനിക്ക് MTനെ അങ്ങനെയൊരു നമ്മൾ അമരിച്ച് കിടക്കുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ, അപ്പം അവിടെ പോകണ്ടെന്നാണ് വിചാരിച്ചത്. കാരണം അങ്ങനെ ഒരു കാഴ്ച കാണുവാൻ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നല്ലോ. കാരണം എൻ്റെ മനസ്സിൽ ഒരു MT ഉണ്ട്. ഇപ്പം എൻ്റെ ജീവിതകാലം മുഴുവൻ എൻ്റെ മനസ്സിലുള്ള പഴയ MT മതി, അതുകൊണ്ട് പോകണ്ട എന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നിട്ടും എനിക്ക് പോകേണ്ടി വന്നു.
അങ്ങനെ ഫ്രീസറിൽ കിടക്കുന്ന എം ടിയെ കണ്ടു. അപ്പോഴും എനിക്ക് തോന്നി എം ടി ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത്. ഇത് ഞാൻ ഒരു അതിശയോക്തിയായിട്ട് പറയല്ല. ആ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരുപക്ഷെ മരണത്തെക്കുറിച്ചും അദ്ദേഹം ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏത് എങ്ങനെ മരിക്കും എന്നുള്ളത്. കെ പി അപ്പൻ അങ്ങനെയായിരുന്നു. കെ പി അപ്പൻ പിന്നെ അർബുദം വന്ന് മരിക്കുമെന്ന് ഉറപ്പായപ്പോൾ പിന്നെ മരണത്തെക്കുറിച്ചുള്ള മുഴുവൻ പുസ്തകങ്ങളും തപ്പിപ്പിടിച്ച് വായിച്ചു അപ്പൻ സാറ്. എങ്ങനെയാണ് മനുഷ്യൻ മരിക്കുന്നത് എന്നുള്ളത്, ആ അനുഭവം. അതുപോലെ തന്നെ ഒരുപക്ഷെ എം ടിയും 90-91 വയസ്സായപ്പോൾ പിന്നെ മരണത്തിലേക്ക് അടുക്കുമ്പോൾ മരണത്തെക്കുറിച്ച് എനിക്ക് തോന്നുന്നത് ആഴത്തിൽ പിന്നെ ചിന്തിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആഴത്തിൽ ചിന്തിക്കുക എന്നുള്ളത് ആ നിലയിൽ പിന്നെ എനിക്ക് തോന്നുന്നത് എം ടി പലപ്പോഴും വിദേശ എഴുത്തുകാരുമായിട്ടാണ് എം ടി നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയുക. അപ്പോൾ വിദേശ രാജ്യത്തെ പല എഴുത്തുകാരും ആഘോഷിക്കാൻ നിന്നു കൊടുക്കില്ല. കേട്ടോ, അവിടെ വലിയ താരങ്ങളുണ്ട്, എഴുത്തുകാർ വലിയ താരങ്ങളുണ്ട്. പക്ഷേ ഒരിക്കലും അവർ ആഘോഷിക്കാൻ നിന്നു കൊടുക്കില്ല. അവരുടെ എഴുത്തിനെ നമുക്ക് ആഘോഷിക്കാം, പക്ഷേ അവരെ ആഘോഷിക്കാൻ അവർ സമ്മതിക്കില്ല. അപ്പം എം ടി മിക്കവാറും അങ്ങനെ ആയിരുന്നു. എം ടി ആഘോഷിക്കപ്പെടുവാൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പം ഞാൻ സാഹിത്യ അക്കാദമിയിൽ ഉണ്ടായിരുന്ന കാലത്ത് എം ടിയുടെ നാലുകെട്ടിൻ്റെ 40ാമത്തെ വർഷം 4 ദിവസം എന്ന പേരിൽ ആഘോഷിച്ചിരുന്നല്ലോ. അപ്പം അന്ന് നമ്മുടെ അക്കാദമിയുടെ മുറ്റത്ത് ഇത്രയും വലിയൊരു ജനാവലിയെ കണ്ടിട്ടില്ല. ഓരോ ദിവസവും 4 ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ്. എം ടിയുടെ സാഹിത്യത്തെക്കുറിച്ച് പലരും സംസാരിച്ചു. പക്ഷേ എം ടി അവിടെ ഉണ്ടായിരുന്നില്ല. എം ടിയെ കാണുവാനുണ്ടായിരുന്നില്ല ഒരിക്കലും. പിന്നെ ഒരിക്കലോ മറ്റോ വന്നു CV നമ്മുടെ മുമ്പിലിരിക്കുന്നുണ്ട്. അപ്പോഴും അദ്ദേഹമായിരുന്നു അതിൻ്റെ പിന്നെ ചെയർമാൻ. ഞാൻ പറ CV അല്ല, VK ശ്രീരാമൻ, സോറി കേട്ടോ, ആള് പേര് മാറിപ്പോയി. അപ്പോഴേ പിന്നെ ഒരിക്കൽ മാത്രം എം ടി വന്നു കേട്ടോ. ഈ ഒരു 4 ദിവസത്തെ ആഘോഷത്തിൽ ഒരിക്കൽ മാത്രം വന്നു. അത് വന്നു അവിടെ അല്പനേരം വേദിയിലിരുന്നിട്ടില്ല, പുറത്തിരുന്നു. എന്നിട്ട് അതേപടി മുണ്ടിൻ്റെ അറ്റം കയ്യിൽ പിടിച്ചുകൊണ്ട് പിന്നെ നടന്നു പോയി അവിടെ. അപ്പോൾ അന്നേരം ഒരു സംഭവം കൂടിയുണ്ട്, അതുകൂടി പറഞ്ഞാൽ എം ടിയുടെ ആ ചിത്രം പൂർത്തിയാവും. ഇപ്പം ഈ ആൾക്കൂട്ടത്തിലൂടെ ആയിരക്കണക്കിന് ആളുകൾ ഇരിക്കുന്ന അക്കാദമിയുടെ മുറ്റത്ത് കൂടെ എം ടി ഇങ്ങനെ ഈ എം ടിയുടെ ആ ടിപ്പിക്കലായിട്ടുള്ള മുണ്ടിൻ്റെ അറ്റം പിടിച്ചുകൊണ്ടുള്ള ബീഡി ഊതി പുക വിട്ടുകൊണ്ടുള്ള ആ ഒരു നടത്തം. അങ്ങനെ നടക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, ഒരു പെൺകുട്ടി പിറകിൽ നിന്ന് ഇങ്ങനെ സംശയിച്ച് വരികയാണ് ചെയ്യുന്നത്. സംശയിച്ച് വന്നിട്ട് പിന്നീട് പക്ഷെ എം ടി അത് ശ്രദ്ധിക്കുന്നില്ല. എം ടി നടന്നു പോവുകയാണ്. പക്ഷെ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു എന്താണ് വേണ്ടത്. എനിക്ക് എം ടിയുടെ ഒരു ഓട്ടോഗ്രാഫാണ്. എന്നിട്ട് ഞാൻ മുമ്പിൽ സ്പീഡിൽ നടന്നിട്ട് എം ടിയോട് പറഞ്ഞു ഒരു കുട്ടി വരുന്നുണ്ടെന്ന്. എന്നിട്ട് എം ടി നിൽക്കുന്നില്ല, കാറിനടുത്തേക്ക് നടക്കുകയാണ്. പിന്നീട് ആ കുട്ടി ഓടി പിന്നെ എം ടിയുടെ അടുത്ത് വന്നു. കടലാസ് നീട്ടിയപ്പോൾ എം ടി അതിൽ എന്തോ ഒപ്പിട്ട് കൊടുത്തു. പിന്നീട് ഞാൻ കണ്ടത് എം ടി നടന്നു പോയി. പിന്നീട് ഞാൻ കണ്ടത് ആ കുട്ടിയുടെ കവിളിൽ കൂടെ കണ്ണുനീർ ഒലിച്ചിറങ്ങുന്നതാണ്. ഇതാണ് എം ടി കേട്ടോ. അത് മറ്റാർക്കും സാധിക്കാത്ത ഒന്നാണത്. ഇപ്പം അകൽച്ച, മൗനം, ഇതൊക്കെ എം ടിയുടെ ട്രേഡ് മാർക്കാണ്. അത് ഒന്നും വ്യർത്ഥമായിട്ടില്ല. ഒരു എഴുത്തുകാരൻ അങ്ങനെ ആയിരിക്കണം. എഴുത്തുകാരൻ എല്ലായിടത്തും ഇങ്ങനെ അലഞ്ഞ് നടക്കരുത്, എല്ലായിടത്തും ഇങ്ങനെ ആഘോഷിക്കപ്പെടരുത് കേട്ടോ. എല്ലാവരുടെ മുമ്പിലും തലകുനിക്കണം. അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള നമ്മുടെ ധാരണകളെയും തകർത്ത് കളഞ്ഞ ഒരു മനുഷ്യനാണ്. ഇപ്പം മലയാളികൾക്ക് ഇന്നത്തെ എഴുത്തുകാർക്കും ഇനി വരാൻ പോകുന്ന എഴുത്തുകാർക്കും ഒരു മാതൃക ഉണ്ടെങ്കിൽ അത് എം ടി മാത്രമാണ്. പക്ഷേ എം ടി അനുകരിക്കാൻ സാധിക്കില്ല. പിന്നെ ഞാൻ ശ്രമിച്ചിട്ടില്ല അനുകരിക്കാൻ, കാരണം എനിക്കറിയാം എനിക്ക് സാധിക്കില്ല എന്നുള്ളത്. അതുകൊണ്ട് നാളത്തെ തലമുറക്ക് ഒരുപക്ഷെ സാധിക്കില്ലായിരിക്കാം. അങ്ങനെ ആർക്കും അനുസരിക്കാൻ കഴിയാത്ത ഒരു എഴുത്തുകാരൻ, ആർക്കും അനുസരിക്കാനോ അനുകരിക്കാനോ കഴിയാത്ത ഒരു എഴുത്തുകാരൻ, മാതൃകയായിട്ടുള്ള ഒരു എഴുത്തുകാരൻ മാത്രമേ ഉള്ളൂ. അത് അങ്ങനെ ഒരു എഴുത്തുകാരൻ രൂപപ്പെട്ടത് യാദൃച്ഛികമായിട്ടല്ല, ആകസ്മികമായിട്ടല്ല, എത്രയോ വർഷങ്ങളായിട്ടുള്ള ചിന്തയുടെ പിന്നെ അറിവിൻ്റെ ഒക്കെ ഫലമായിട്ടുള്ളതാണ്. അങ്ങനെയാണ് എം ടി
രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. എം ടിയുടെ ഓരോ കഥ പോലും ഉണ്ടല്ലോ, ഈ ചിലപ്പോഴെനിക്ക് തോന്നുന്നു എം ടിയുടെ പേനയുണ്ടല്ലോ, പേന ക്യാമറയാണോ, ക്യാമറ കൊണ്ടാണ് എഴുതുന്നതെന്ന്. ഷെർലക്ക് വായിച്ചപ്പോൾ ശരിയാണ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കഥയാണ്. പക്ഷെ ഞാൻ അമേരിക്കയിൽ പോയിട്ട് എം ടി ഷെർലക്ക് എഴുതിയ സ്ഥലത്ത് പോയപ്പോൾ ഈ ഷെർലക്കിൽ പറഞ്ഞ അതേ ജീവിതമാണ് ഞാൻ അവിടെ കണ്ടത്. അതേ തരത്തിലുള്ള ആളുകൾ, അതേ തരത്തിലുള്ള വീട്, അതേ തരത്തിലുള്ള പെരുമാറ്റം, അതേ തരത്തിലുള്ള ഭക്ഷണം, അതേ തരത്തിലുള്ള പൂച്ച, പട്ടി. അപ്പം അവിടെ എത്തിയപ്പോഴാണ് എനിക്കിത് മനസ്സിലായത്. അപ്പം എം ടി എങ്ങനെ എല്ലാറ്റിനെയും ഉണ്ടല്ലോ ഈ യാഥാർത്ഥ്യങ്ങൾ, ഈ പരിസരങ്ങളെയൊക്കെ ഒപ്പിയെടുക്കുന്ന ഒരു രീതിയാണ്. അതിലൊരു മാസ്റ്ററാണ്. അതുകൊണ്ടാണ് ദേശത്തിൻ്റെ എഴുത്തുകാരൻ എന്ന് എം ടി അറിയപ്പെടുന്നത്. ദേശത്തിൻ്റെ, എൻ്റെ അഭിപ്രായത്തിൽ ദേശത്തിൻ്റെ മാത്രമല്ല, എം ടി ആശയങ്ങളുടെ, കാഴ്ചകളുടെ എല്ലാത്തിൻ്റെ എഴുത്തുകാരൻ. എന്തിൻ്റെ എഴുത്തുകാരൻ അല്ല എന്നാണ് ചോദിക്കേണ്ടത്. അപ്പം അങ്ങനെയുള്ളൊരു വലിയൊരു എഴുത്തുകാരൻ്റെ കുറിച്ച് സംസാരിക്കാൻ ഇവിടെ വന്ന് ഇരിക്കുമ്പോൾ എനിക്ക് മടിയാണ്. കാരണം എൻ്റെ അറിവിനും എൻ്റെ ചിന്തക്കും എനിക്ക് അളക്കുവാൻ കഴിയുന്നതിനപ്പുറത്താണ് എം ടി. പിന്നെ ചെയ്യാൻ കഴിയുന്നത് ഇതുപോലെ ചില കാര്യങ്ങൾ അങ്ങും തൊട്ടുകൊണ്ട് പറയുക, ചില കൊച്ചു കൊച്ചു അനുഭവങ്ങൾ നിങ്ങളുമായി പങ്കെടുക്കുക എന്നത് മാത്രമാണ്. കാരണം എം ടി അളക്കുവാൻ ഞാനാളല്ല. മൂന്നേട്ടൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പം ഇതിലെല്ലാം ചേർത്ത് വയ്ക്കാൻ എനിക്കും കുറേ അനുഭവങ്ങളുണ്ട്. അപ്പം മൂന്നേട്ടൻ ആദ്യം പറഞ്ഞത് നമ്മൾ വീട് വലിയെക്കുറിച്ചാണ്. ഏറ്റവും അവസാനമായിട്ട് എം ടി വീട് വലിക്കുന്നത് ഞാൻ കണ്ടപ്പം ഒരു 3-4 മാസം മുന്നേ സിനിമയുടെ കാര്യമായിട്ട്, മനോരഥങ്ങളുടെ കാര്യമായിട്ട് എം ടി എറണാകുളത്ത് വന്നപ്പോൾ ഞാൻ അന്ന് വൈകുന്നേരം പോയിട്ട് ഹോട്ടലിൽ വെച്ച് കണ്ടിരുന്നു. അപ്പോൾ ഹോട്ടലിൽ കണ്ടപ്പോൾ എന്നെ കണ്ടപ്പോൾ ഉടനടി പറഞ്ഞു, വീട്ടിലിരിക്കുന്ന അതേ അവസ്ഥയിലാണ് ഹോട്ടലിരിക്കുന്നത്, വലിയ ഹോട്ടലിലാണെന്നേ വ്യത്യാസമുള്ളൂ, ലുങ്കിയൊക്കെ എടുത്തേക്ക് ഷർട്ടിൻ്റെ കുപ്പായൊക്കെ ഇട്ട് അതങ്ങനെ ഇരിക്കുകയാണ്. വന്ന് എന്നെ കണ്ട വലിയ സന്തോഷമായി. ഞാൻ എപ്പോഴും ഏതെങ്കിലും ഒരു പുസ്തകം കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ പുസ്തകമൊക്കെ മറിച്ച് നോക്കുന്നതിനിടയിൽ പെട്ടെന്ന് പറഞ്ഞു, കൊച്ചുമോനോട് പറഞ്ഞു, നീ ഒരു ബീഡി എടുക്കുക. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, അവർ രാവിലെ തൊട്ട് ഇതുവരെ ബീഡി കൊടുത്തില്ല, കാരണം ഹോട്ടലായതുകൊണ്ട് പറഞ്ഞു നിർത്തിയിരിക്കാം. അപ്പോൾ എന്നെ കണ്ടപ്പോൾ എൻ്റെ മുന്നിൽ നിന്ന് ബീഡി നോവറിയില്ലെന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. അത് നടക്കുകയും ചെയ്തു, ബീഡി കിട്ടി. അപ്പോൾ അവർ ഹോട്ടലിലെ മുറിയിലൊക്കെ വിളിച്ചു പറഞ്ഞ് ബീഡി വലിക്കാനുള്ള പെർമിഷനൊക്കെ വാങ്ങിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ബീഡി വലിച്ചുകൊണ്ടിരിക്കുമ്പം ഞാൻ വെറുതെ ചോദിച്ചു, ഈ ബീഡിക്ക് പകരം മറ്റൊരു ബീഡി തന്നാൽ മനസ്സിലാവുമോ വാസേട്ടനെ ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, മനസ്സിലാവും, ഗണേഷ് ബീഡിയാണ് ഞാനിപ്പോൾ കുറേ കാലമായിട്ട് വലിക്കാറുള്ളത്, പഴയ ഗുണമൊന്നുമില്ല, പക്ഷേ മറ്റൊന്ന് തന്നു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചറിയുന്നു. അപ്പം ഞാൻ വെറുതെ കാഷ്വലായിട്ട് ചോദിച്ചു, ജീവിതത്തിൽ ഏറ്റവും നല്ല രസം തോന്നി വലിച്ച ഏത് ബീഡിയാണെന്ന് പറയാമെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് കുറച്ച് സമയം ഉത്തരം ഒന്നിനും വെറുതെ പറയൂല, ആലോചിക്കാതെ പറയൂല, ഒരു നിമിഷം ആലോചിച്ചിട്ട് എന്നോട് പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പ് പി കുഞ്ഞിരാമൻ നായർ വീട്ടിൽ നിന്ന് ബീഡി തെറിച്ച് കൊണ്ടുതരുമായിരുന്നു, അതിൻ്റെ സുഖം പിന്നീട് ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന്. നോക്കണേ, ഒരു ബീഡി വലിയിൽ അദ്ദേഹം കാണിക്കുന്ന ശ്രദ്ധ പഴയ പി കുഞ്ഞിരാമൻ നായരെ ഓർത്തെടുത്തിട്ട് പറയുകയാണ്. മുകുന്ദേട്ടൻ എം ടിയും മരണത്തെ എങ്ങനെയാണ് കണ്ടതെന്ന് പറഞ്ഞു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം KLF-ലെ ഇൻ്റർവ്യൂവിൽ അവസാനമായിട്ട് ഞാൻ ചോദിക്കുന്നത് മരണത്തെക്കുറിച്ച് ധൈര്യത്തോടെ ചോദിച്ചതാണ്. കാരണം പേടിയൊക്കെ ഉണ്ടായിരുന്നു ഉള്ളിൽ. പക്ഷേ എങ്ങനെയാണ് വലിയൊരു ഓഡിയൻസിന് മുന്നിൽ എം ടി വാസുദേവൻ നായരോട് മരണത്തെക്കുറിച്ച് ചോദിക്കുമ്പം എം ടി എന്ത് കരുതും, ഒരുപക്ഷെ ഓഡിയൻസ് എന്ത് കരുതുന്നൊക്കെ ഉള്ള ഒരു സംശയത്തോടുകൂടി ഞാൻ എം ടിയോട് മരണത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എം ടി അത് വളരെ രസകരമായിട്ട് ഫിലോസഫിക്കലായിട്ട് അത് വരും, അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കണം എന്നൊക്കെ പറയുകയുണ്ടായി. പക്ഷേ ഞങ്ങളൊരു അഭിമുഖം നടത്തിയപ്പോൾ, അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം, അഭിമുഖം നടത്തിയപ്പോൾ അതിലും ഞാൻ മരണത്തെക്കുറിച്ച് ചോദിച്ചിരുന്നു. അപ്പോൾ ഇതുപോലെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത്, ഡയാന ആത്തിലിനെ അറിയുമെന്ന് എനിക്ക് ഞാൻ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അറിയാം, ഡയാന ആത്തിൽ എന്ന് പറയുന്നത് ഒരു വലിയ പ്രസിദ്ധയായ ബ്രിട്ടീഷ് എഴുത്തുകാരിയും എഡിറ്ററുമാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, അവർ 95-ാം വയസ്സിൽ എഴുതിയ ആത്മകഥ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുക ഇപ്പം. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവർക്ക് 100 വയസ്സായി, അവരപ്പോഴും ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. എം ടി വായിക്കുന്ന ആത്മകഥ അവരെഴുതിയത് 95-ാം വയസ്സിലാണ്. എന്നിട്ട് അവിടെ അങ്ങ് നിർത്തി എം ടി. അപ്പം എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവിതാവസാനം വരെ വായിക്കാൻ കഴിയണം. 95-ാം വയസ്സിൽ ജീവിച്ചിരിക്കുന്ന ഒരാൾ എഴുതിയ ആത്മകഥ ഞാൻ വായിക്കുകയാണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എനിക്ക് അവസാനം വരെ വായിക്കാൻ കഴിയണം എന്നുള്ള ആ മനസ്സിൻ്റെ, എഴുതാനും വായിക്കാനും കഴിയണമെന്നുള്ളതായിരുന്നു. അപ്പം മരണത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് അത് പറഞ്ഞത്. മരിക്കും വരെ അത് സാധിക്കണം എന്നുള്ള ആഗ്രഹം. നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് പ്ലഷർ, ആ പ്ലഷറോടുകൂടി ജീവിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ജീവിതത്തെക്കാൾ ഇഷ്ടം ഏതാണെന്ന് ചോദിച്ചാൽ, ജീവിതത്തെക്കാൾ പ്രധാനം ഏതെന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ, അത്
വായനയാണെന്ന് എം ടി പറയുന്ന ഞാൻ കരുതുന്നത്. അത്രമാത്രം വായനയോട് ഇഷ്ടമുണ്ടായിരുന്നൊരു മനുഷ്യനാണ്. ഇവിടുത്തെ ഒരു അനുഭവം 90-ാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ ഇവിടെ ഞാൻ അന്ന് ഇതുപോലെ അന്ന് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, വലിയ എഴുത്തുകാരുണ്ട്. എനിക്ക് തോന്നുന്നു MLA മാരോ മന്ത്രിമാരോ ആരൊക്കെ ഉണ്ടായിരുന്നു. ആ മുറിയിൽ ക്വാർട്ടേഴ്സിൽ എം ടി അങ്ങനെ ഇരിക്കുകയാണ്. വളരെ അസ്വസ്ഥനാവുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നല്ല രീതിയിൽ ഷർട്ടും മുണ്ടും ധരിച്ച് അദ്ദേഹം അസ്വസ്ഥനാവും. അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തൊരു പണിയാണ്. അപ്പോൾ ഷർട്ടും മുണ്ടൊക്കെ ധരിച്ച് അവിടെ ഇരിക്കുകയാണ്. ആളുകൾ വന്ന് ഷോൾ ഇടുക, അങ്ങനത്തെ എല്ലാ വേണ്ടാത്ത ഉപചാരങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ചെറിയ മുറിയിൽ നിറച്ചും ആളുകളാണ്. അപ്പോൾ എൻ്റെ കയ്യിലൊരു ഒരു സമ്മാനമുണ്ട്. ഒരു സ്പാനിഷ് ഷോർട്ട് സ്റ്റോറീസിൻ്റെ പെൻഗിൻ ബുക്ക് ഓഫ് സ്പാനിഷ് ഷോർട്ട് സ്റ്റോറി കളക്ഷനുമായിട്ടാണ് ഞാൻ ആ മുറി ചെല്ലുന്നത്. എന്നെ കണ്ട ഉടനെ തന്നെ അത് പുസ്തകം കയ്യിലുണ്ട്. എൻ്റെ കയ്യിൽ പുസ്തകം ഉണ്ടാവുമെന്ന് എം ടിക്ക് അറിയാവുന്നത് കൊണ്ട് എം ടി ഇങ്ങനെ നോക്കി ഞാൻ പുസ്തകം കൊടുത്താൽ ഉടനടി എന്നെ മറക്കും, ഉടനടി പുസ്തകത്തിലേക്ക് പോകും. അത് പതിവാണ്. അപ്പോൾ അങ്ങനെ പുസ്തകം മറച്ചു നോക്കിക്കൊണ്ടിരിക്കും. മുറിയിലെ തിരക്ക് കാരണം ഞാൻ അതിൻ്റെ ഇപ്പുറത്തെ മുറിയിൽ വന്ന് ഞാൻ അവിടെ ഇങ്ങനെ നിന്നു. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആരോ വിട്ടിട്ട് എന്നെ വിളിപ്പിച്ചിട്ട് എന്നോട് ചോദിച്ചത്, നിനക്ക് പ്ലേഗിലെ കാമുവിൻ്റെ പ്ലേഗിലെ ഡോക്ടറെ പേരോർമ്മയുണ്ടോ എന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു ഉണ്ട്, ബെർണാഡ് ഹോക്സ്. പുള്ളി തന്നെ ഓർത്തെടുത്തു. ഞാൻ പറയുമ്പോഴേക്ക് ബെർണാഡ് ഹോക്സ് എന്ന് ഓർത്തെടുക്കുക. അപ്പം ഈ നാട് മുഴുവൻ തൻ്റെ പിറന്നാൾ ആഘോഷത്തിൻ്റെ ആ ഒരു ആരവത്തിൽ നിൽക്കുമ്പം ആ ആൾക്കൂട്ടത്തിനിടയിൽ അദ്ദേഹം ഓർക്കുന്നത് ഈ പുസ്തകം കണ്ടപ്പോൾ പ്ലേഗായിരുന്നു, കാമുവിനെയായിരുന്നു. കാമുവിലെ ആ കഥാപാത്രത്തെ കണ്ടെത്താനുള്ള ക്ഷീണത്തിലായിരുന്നു, അല്ലെ പരിശ്രമത്തിലായിരുന്നു. അതാണ് എം ടിയിലെ വായനക്കാരൻ എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എം ടി വളരെ വൈകാരികമായിട്ട് മാത്രമേ വായനയായാലും എല്ലാ കാര്യങ്ങളെയും അത്ര തീക്ഷ്ണമായിട്ടാണ് ഉൾക്കൊള്ളുന്നുള്ളത്. അതിൻ്റെ കൂടെ തന്നെ പറയാവുന്ന ഒരു കാര്യമാണ്, അന്ന് ഇവിടെ എം ടി സാധാരണ അക്കാഡമിയിൽ വന്നില്ല, ചടങ്ങുകളൊന്നും പങ്കെടുത്തില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ 90-ാം പിറന്നാളിൻ്റെ ആഘോഷത്തിന് 2-3 ദിവസം ഉണ്ടെന്ന് പക്ഷേ സാറിന് അത്രയും പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഓരോരോ സെഷൻസ് എം ടിയുടെ ചെറുകഥകളെക്കുറിച്ച്, നോവലിനെക്കുറിച്ച്, നാടകങ്ങളെക്കുറിച്ച്, എല്ലാറ്റിനെക്കുറിച്ചുള്ള സെഗ്മെൻറ്റ്സ് കേരളത്തിലെ എല്ലാ പ്രശസ്തരായ എഴുത്തുകാരും വന്ന് സംസാരിക്കുകയാണ്. എം ടി ആ മുറിയിൽ തന്നെ ഇരുന്നു. ഒരു ചടങ്ങും പങ്കെടുത്തിട്ടില്ല, കേൾക്കാനും ഉണ്ടായില്ല. അവിടെ ഇരുന്ന് മിക്കവാറും വീടി വലിച്ച് കാണും, അല്ലെങ്കിൽ ചിന്തിച്ച് കാണും, മനുഷ്യാവസ്ഥയെക്കുറിച്ച് ചിന്തിച്ച് കാണുമെന്ന് ഞാൻ കരുതുന്നത്. അന്ന് വൈകുന്നേരം അശ്വതിയുടെ എം ടി കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു, ഡാൻസ് ഫോമായിട്ട്. അന്ന് അതിനുവേണ്ടി അദ്ദേഹം അശ്വതിയുടെ നിർബന്ധിച്ചതിന് ശേഷം ഞങ്ങളെ കൂടെ കൈപിടിച്ച് ഇവിടെ വന്ന് മുന്നിലിരുന്നു. കുറച്ച് പുറകിലായിട്ടാണ് ഞാനുണ്ടായിരുന്നത്. 3-4 സെഗ്മെൻറ്റ് കഴിഞ്ഞ് അശ്വതി വേറെന്തോ ആയപ്പോഴേക്കും എം ടി മെല്ലെ ഈ മുണ്ടും ആരുടെ സഹായത്തോടുകൂടി പുറത്തവിടെ നിന്ന് കുറച്ച് സമയം അവിടെ നിന്ന് നോക്കിയിട്ട്, ഇപ്പം ഞാൻ എം ടി ഇങ്ങനെ വാച്ച് ചെയ്യുന്നില്ല, അവിടെ നിന്ന് നോക്കിയിട്ട് അദ്ദേഹം മുറിയിലേക്ക് തിരിച്ചുപോയി. ഡാൻസിൻ്റെ എല്ലാ സെഷനും കഴിഞ്ഞതിന് ശേഷം ഞാൻ രാത്രി ഞാൻ തിരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പോകുമ്പോൾ പറയാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ മുറിയിലേക്ക് ചെന്നപ്പോൾ വാസുവേട്ടൻ ഇങ്ങനെ അസ്വസ്ഥനായിട്ട് അവിടെ ഇങ്ങനെ കസേരയിലിരിക്കുക ഒറ്റയ്ക്ക്. അപ്പം ഞാൻ വിചാരിച്ചു എന്തോ അസുഖമായതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് പോയതെന്ന് വിചാരിച്ചു. ഞാൻ വാസുവേട്ടൻ്റെ സുഖമില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് ഇരിക്കാൻ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, അസുഖമൊന്നുമില്ല, പക്ഷേ അശ്വതി ഗാന്ധാരി വിലാപം അവതരിപ്പിക്കുമെന്ന് ഞാൻ കരുതിയില്ല. എനിക്ക് ഗാന്ധാരി വിലാപം കണ്ടിരിക്കാൻ പറ്റില്ല. ഞാൻ വളരെ ഞെട്ടലോടെ വളരെ ഗൗരവമായിട്ട് എം ടി പറയാം, എനിക്ക് ഗാന്ധാരി വിലാപം കണ്ടിരിക്കാൻ പറ്റില്ല. സുധീർ ആലോചിച്ചിട്ടുണ്ടോ അത് ഗാന്ധാരി വിലാപത്തെക്കുറിച്ച്? ഇല്ല, ഞാൻ സത്യത്തിൽ ആലോചിച്ചിട്ടില്ലായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞു, 101 മക്കളുണ്ടായിട്ടും 100 പേരും കൊല്ലപ്പെട്ട ഒരമ്മയുടെ ദുഃഖമുണ്ടല്ലോ, അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇത് വളരെ ആത്മാർത്ഥമായിട്ട് എം ടി പറയുകയാണ്. എം ടി വായിച്ച ഓരോ പുസ്തകത്തിലെ ഓരോ കഥാപാത്രത്തെയും ഓരോ ജീവിത സന്ദർഭത്തെയും തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി ഉൾക്കൊണ്ട വായനക്കാരനായിരുന്നു എം ടി വാസുദേവൻ നായർ എന്നുള്ളതാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ രചനയെയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെയും ഏറ്റവും വ്യത്യസ്തമാക്കിയത്, വേറിട്ടതാക്കി എന്നുള്ളതാണ്. അദ്ദേഹം കാണുന്ന ഓരോന്നും അങ്ങനെയാണ് എന്നുള്ളതാണ്. എനിക്കൊന്ന് ഒരു പത്രാധിപർ എന്ന രീതിയിൽ എം ടി ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? എന്താണ് കൃതികളിൽ എവിടെയെങ്കിലും ഇടപെടുകയോ അങ്ങനെ എന്തെങ്കിലും? ആദ്യകാലത്ത് പിന്നെ ഞാൻ അയച്ച പല കഥകളും പിന്നെ തിരുത്തിയിട്ടുണ്ട്. അതായത് വലിയ തിരുത്തലുകളല്ല, ചില വാചകങ്ങൾ ഇവിടെ നിന്നെടുത്ത് അവിടെ ഇടുക. നമ്മളിപ്പോൾ കട്ട് ആൻഡ് പേസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ലാപ്ടോപ്പിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ, അതുപോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കൊന്ന് 2-3 കഥകളുടെ ശീർഷകങ്ങൾ മാറ്റിയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരിക്കലും എന്നോട് ഇങ്ങനെ എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല, ഒരിക്കലും ഉപദേശിച്ചിട്ടില്ല.
എന്തെഴുതണമെന്ന് പറഞ്ഞു തന്നിട്ടില്ല. അപ്പം ഞാൻ എപ്പോഴും എം ടിയെ കാണുന്നത് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ എഴുത്തിൽ എൻ്റെ അധ്യാപകനോ ഗുരുവോ ആയിട്ടാണ്. പക്ഷേ ഒരു തരത്തിലുള്ള ശിക്ഷണവും ഉപദേശങ്ങളും തരാത്ത ഒരു ഗുരുവാണ് അദ്ദേഹം. ശിഷ്യന് നൽകാനൊന്നുമില്ല, ഒരു മൗനം മാത്രമേ ഉള്ളൂ. പക്ഷെ അതുപോലെ ശിഷ്യനെ നോക്കി മിണ്ടാതിരിക്കുമ്പോൾ, വളരെ ബുദ്ധിമുട്ടി ഒന്ന് ചിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അത് മതി എന്നാണ് ശിഷ്യന്മാർക്ക്. അതിൽ നിന്ന് എം ടിയെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം എം ടിയെക്കുറിച്ച് പറയുമ്പോൾ, എം ടിയുടെ പിന്നെ ഈ നിലപാടുകളാണ്. അപ്പോൾ എം ടി ജനിച്ചത് 35-ലാണെന്ന് തോന്നുന്നല്ലേ, ദേശീയ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ ഒരു കാലത്ത്. പിന്നീട് 30 റൈറ്റ്. അല്ല 30 അപ്പോൾ പിന്നീട് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലം, അതിനുശേഷം പിന്നെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കാലം. ഇങ്ങനെ നമ്മുടെ സമൂഹം പിന്നെ ആകെ ജ്വലിച്ച് നിൽക്കുന്ന ഒരു കാലമാണ്. വലിയ ചലനങ്ങൾ സംഭവിക്കുന്നു, വലിയ ആശയങ്ങൾ വരുന്നു. പക്ഷെ ആ സമയത്തൊക്കെ എം ടി എവിടെയായിരുന്നു എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. എം ടി എവിടെയായിരുന്നു എന്നല്ലേ, പക്ഷേ എം ടി അതിനൊക്കെ അപ്പുറത്തായിരുന്നു. ഒരു ദേശീയ പ്രസ്ഥാനം, എം ടിയുടെ വീക്ഷണത്തിൽ പിന്നെ ഒരു ദേശീയ പ്രസ്ഥാനം, നിരവധി ദേശീയ പ്രസ്ഥാനങ്ങളുണ്ട്. ഒരു മോചനത്തിൻ്റെ കഥയല്ല എം ടിയുടെ മനസ്സിലുള്ളത്, മനുഷ്യ വിമോചനത്തിൻ്റെ കഥയാണ്. അപ്പം അങ്ങനെ ആഗോളമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് എം ടിക്ക് ഉണ്ടായിരുന്നത്. അതാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളെക്കുറിച്ച്, ചെറുതെന്ന് പറയാൻ പറ്റില്ല, നമ്മളെ നേരിട്ട് ബാധിക്കുന്ന പിന്നെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചതും നമ്മൾ പ്രതികരിച്ചതും. പക്ഷെ എം ടിയെ സംബന്ധിച്ചോളം ഇതൊക്കെ പിന്നെ ചേർന്നിട്ടില്ല. നമ്മുടെ സ്വാതന്ത്ര്യ സമരം ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു സ്വാതന്ത്ര്യ സമരമല്ല എം ടിക്ക്. അത് ലോകത്തിലെങ്ങുമുള്ള നിരവധി സ്വാതന്ത്ര്യ സമരങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ആ വലിയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വിമോചനത്തിൻ്റെ ഒരു കാഴ്ചപ്പാടും ലോകാവബോധമാണ് എം ടിക്കുള്ളത്. എം ടി വലുതാണെന്ന് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ദൈവത്തെ പോലെ ചിന്തിക്കുന്ന ഒരാളാണ് കേട്ടോ. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരമോ അല്ലെങ്കിൽ റഷ്യയുടെ ഒക്ടോബർ റവല്യൂഷനോ അതൊന്നും അതൊന്നും അപ്രസക്തമാണ് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതുപോലെയുള്ള ഒരു കാഴ്ചപ്പാടാണ് ദൈവത്തെ പോലെ ചിന്തിക്കുന്ന, ദൈവത്തെ പോലെ ലോകം കണ്ടിട്ടുള്ള ഒരു എഴുത്തുകാരന്. എം ടിക്ക് അറിയാൻ എം ടി അല്ല ലോകത്ത് സൃഷ്ടിച്ചതെന്നുള്ളത്, പക്ഷേ അങ്ങനെ ദൈവത്തെ പോലെ ഉള്ള ഒരു കാഴ്ചപ്പാട്, മനുഷ്യവിദ്യയെക്കുറിച്ചുള്ള വലിയ ധാരണകൾ അതൊക്കെ എം ടിക്ക് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള ആ വലിയ ജീവിതാവബോധത്തിൽ, ലോകബോധത്തിൽ മറ്റ് പലതും അപ്രസക്തമായി പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും എം ടി ഇവിടെ വിരൽ ചൂണ്ടിയത് പ്രതികരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എം ടിക്ക് അതിനൊക്കെ അപ്പുറത്തായിരുന്നു കേട്ടോ. ഞാൻ ദൈവത്തിലേക്ക് വീണ്ടും വരികയാണ്, ദൈവം പ്രതികരിക്കുമോ എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഒരു തമാശയായിട്ട് പറയില്ല, അങ്ങനെയുള്ള പിന്നെ അതുപോലുള്ള ഒരു വ്യക്തിത്വമാണ് എം ടി. അതുപോലുള്ളൊരു ലോകബോധമാണ് എം ടിയുടേത്. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ബോധം, ഒരു അവബോധം. അത് ഇവിടെ ഇരുന്നുകൊണ്ട്, ഒരു ചെറിയനായ മനുഷ്യനായി ഇരുന്നുകൊണ്ട് തന്നെ പ്രപഞ്ചത്തോളം ചിന്തിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പം ആ ഒരു ചിന്ത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുറത്തേക്ക് ഗമിക്കുന്ന ഒന്നായിരുന്നില്ല, ഉള്ളിലേക്ക് ആഴത്തിലേക്ക് പോകുന്ന ഒന്നായിരുന്നു. മറ്റെല്ലാവരും മുകളിലേക്ക് വളർന്നപ്പോൾ എം ടി ആഴങ്ങളിലേക്ക് വളരുകയായിരുന്നു. അപ്പോൾ എം ടിയെക്കുറിച്ച് നമുക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. പിന്നെ കാരണം അങ്ങനെ ഒരു എഴുത്തുകാരൻ നമ്മുടെ ഭാഷയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുമോ എന്നും എനിക്കറിയില്ല. പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് എം ടി കേരളത്തിൽ ജനിച്ചു പോയതുകൊണ്ടാണ് ഇങ്ങനെ. അത് എം ടിക്ക് എല്ലാം ലഭിച്ചിട്ടുണ്ട്, പക്ഷേ ഒരുപക്ഷെ എം ടി യൂറോപ്പിലായിരുന്നെങ്കിൽ നോബൽ പ്രൈസ് കിട്ടും, അത് വേറെ കാര്യം. പിന്നെ പക്ഷെ ഒരു ആഗോള എഴുത്തുകാരനായി മാറുമായിരുന്നു, വലിയൊരു എഴുത്തുകാരനായിട്ട്. ഇപ്പം അത് സംഭവിക്കായിരുന്നത് കേരളത്തിൽ ജനിച്ചു പോയത് കൊണ്ടാണ്. കാരണം എം ടിയുടെ എഴുത്തുകാരൻ എന്നുള്ള എം ടിയുടെ പിന്നെ
കാഴ്ചപ്പാട്, എം ടിയുടെ പിന്നെ ധാരണകൾ, പ്രവൃത്തി, അതൊക്കെ പിന്നെ ആഗോളതലത്തിൽ മാത്രം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വലിയ വിശ്വസാഹിത്യകാരന്മാർ എന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ള എഴുത്തുകാരിൽ മാത്രം കണ്ടിട്ടുള്ള ഒരുപാട് പ്രത്യേകതകളാണ് എം ടിക്ക് ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എം ടി നമ്മുടെയൊക്കെ ഒരു സ്വത്താണ്, നമ്മളൊക്കെ അഭിമാനിക്കുന്നു. പിന്നെ വിശ്വസാഹിത്യകാരനായിട്ടില്ലെങ്കിലും നമ്മുടെ സ്വന്തം സാഹിത്യകാരനാണ്. നമുക്ക് അത് മതി, അതിൽ നമുക്ക് സന്തോഷിക്കാം. മൂന്നേരം പറഞ്ഞ 2-3 കാര്യങ്ങൾ തീർച്ചയായിട്ടും എഴുത്തുകാരൻ്റെ അന്തസ്സ് എന്തായിരിക്കണമെന്ന് കാണിച്ചു തന്നത് എം ടി വാസുദേവൻ നായർ തന്നെയാണ്. ആ രീതിയിൽ അദ്ദേഹം ലോക എഴുത്തുകാരനാണ്. എഴുത്തിൻ്റെ ഗരിമയിലോ എഴുത്തിൻ്റെ മഹത്വത്തിലോ മൗലികതയിലോ ലോക സാഹിത്യത്തിൻ്റെ കൂടെ നിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷേ ഒരു എഴുത്തുകാരൻ എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും ഒരു എഴുത്തുകാരൻ ഈ ലോകത്തോട് എങ്ങനെ സംവദിക്കണം എന്നുള്ള കാര്യത്തിൽ എം ടി ലോക മഹാ എഴുത്തുകാരന്മാരുടെ പട്ടികയിൽ തന്നെയാണ്. അത് എം ടി വാസുദേവൻ നായർക്ക് അറിയുകയും ചെയ്യാം. സാഹിത്യത്തിൻ്റെ മേന്മയിലും തൻ്റെ സാഹിത്യം എവിടെ നിൽക്കുന്നുള്ളതിനെക്കുറിച്ച് എം ടിക്ക് കൃത്യമായ ധാരണകളുണ്ടായിരുന്നു. എം ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എം ടി അവനവൻ്റെ വലുപ്പത്തെക്കുറിച്ച് ഒരിക്കലും സംസാരിക്കില്ല എന്നുള്ളതായിരുന്നു. അങ്ങനെ സംസാരിക്കാത്ത എഴുത്തുകാരൻ ഇന്ന് ഭൂമിയിൽ കാണുമോ എന്നുള്ള സംശയമാണ്. അത്രമാത്രം അവനവനെ അവഗണിക്കുക അല്ലെങ്കിൽ മാറ്റി നിർത്തുക, താനല്ല തന്നെക്കുറിച്ച് സംസാരിക്കേണ്ടത് എന്ന കൃത്യമായ നിലപാടുണ്ടായിരുന്ന ഒരാളാണ് എം ടി. ദൈവത്തെപ്പോലെ വലിയ കാര്യങ്ങൾ ചിന്തിച്ചു എന്ന് പറയുമ്പോഴും എൻ്റെ അനുഭവത്തിൽ എം ടി കേരളത്തിലെ ഓരോ പ്രശ്നങ്ങളെക്കുറിച്ചും ഓരോ പൊതു മനുഷ്യരെക്കുറിച്ചും ചിന്തിക്കുകയും നിലപാട് സ്വീകരിക്കുകയും മനസ്സിൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാണ്. പലപ്പോഴും കാണുമ്പോൾ ഏറ്റവും ചെറിയ രാഷ്ട്രീയക്കാരനെ പോലും അയാൾ എന്താ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുന്ന ഒരു സ്വാതന്ത്ര്യം എന്നോട് എടുക്കാറുണ്ടായിരുന്നു. നമ്മളത് സംസാരിക്കാറുണ്ടായിരുന്നു. അത് കേരളത്തിലെ മുഖ്യമന്ത്രിയായാലും ശരി, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായാലും ശരി, രാഷ്ട്രീയത്തെക്കുറിച്ച് കൃത്യമായ ധാരണയും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധവും എം ടി നിരന്തരം പുതുക്കുകയും ആ വീട്ടിലെ നിശബ്ദ ഇരിപ്പിൽ അതെല്ലാം മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്. പക്ഷേ അടിസ്ഥാനപരമായി മനുഷ്യാവസ്ഥയും ഈ പ്രപഞ്ചവും മനുഷ്യനും തമ്മിലുള്ള സമൂഹവും അല്ലെങ്കിൽ ഭരണകൂടവും മനുഷ്യനും തമ്മിലൊക്കെ ഉള്ള പ്രതിസന്ധികളെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. മനുഷ്യനാണ് അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എം ടി 2-3 എനിക്കറിയില്ല എത്ര സമയം എടുക്കാം, 2-3 അനുഭവങ്ങൾ വേണം പറയാം. എം ടി 2-ാം ഊഴം എഴുതുന്നതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ എം ടി മറ്റു പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. എന്നോട് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, 2-ാം ഊഴം എന്തുകൊണ്ട് ഭീമൻ എന്ന് പറയുന്ന ചോദ്യം ഞാൻ ചോദിച്ചപ്പോൾ എം ടി പറഞ്ഞത്, ഞാൻ മഹാഭാരതം പല തവണ വായിക്കുകയായിരുന്നു. അപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ വല്ലാത്തൊരവസ്ഥയിലാക്കിയത് ഘടോത്കചൻ്റെ മരണമാണ്. അപ്പോൾ ഘടോത്കചൻ മരിച്ച ആ സന്ദർഭം എം ടി ഇങ്ങനെ ഓർത്ത് പറയുകയായിരുന്നു. അപ്പോൾ ഘടോത്കചൻ കൊല്ലപ്പെടുകയാണ്. ഘടോത്കചൻ സാധാരണ ഒരു യോദ്ധാവല്ല, അസാമാന്യനായ യോദ്ധാവാണ്. അദ്ദേഹം ഭൂമിയിലും ആകാശത്തിലുമൊക്കെ ചുറ്റി നടന്ന് ആ യുദ്ധത്തിൻ്റെ ഗതിയെ മാറ്റിമറിച്ച അസാമാന്യനായ യോദ്ധാവാണ് ആ ചെറുപ്പക്കാരൻ. അപ്പോൾ അവൻ അപ്രതീക്ഷിതമായി കൊല്ലപ്പെടുകയാണ്. കൊല്ലപ്പെടുന്നതാകട്ടെ കർണൻ അർജുനന് വേണ്ടി മാറ്റിവെച്ച വേല് എടുത്തിട്ടാണ് ഘടോത്കചനെ കൊല്ലുന്നത്. അങ്ങനെ കൊന്ന് ആ അവസ്ഥയിൽ ആ പാണ്ഡവന്മാരെല്ലാവരും കൂടി ഇരുന്ന് ആ ഘടോത്കചൻ്റെ ദുഃഖം ഇങ്ങനെ വിഷമിച്ച് അവരെല്ലാം കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൃഷ്ണൻ കടന്നു വരുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ കൃഷ്ണൻ കടന്നു വന്നിട്ട് ഇവരോട് പറയണം, നിങ്ങളെന്താണ് കരയുന്നത്, നിങ്ങളെന്താണ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്, ആഘോഷിക്കിൻ, സന്തോഷിക്കിൻ അല്ലേ വേണ്ടത്, അവനൊരു കാട്ടാളനല്ലേ, അവൻ എന്തായാലും മരിക്കേണ്ടവനല്ലേ എന്ന് പറഞ്ഞ് അതിനെ വേറൊരു തരത്തിലേക്കാകാൻ പോകുമ്പോൾ യുധിഷ്ഠിരൻ പറയുന്നുണ്ട്, അവൻ ഞങ്ങളുടെ കുട്ടിയാണ്, ഭീമൻ്റെ മകനാണ് എന്ന് പറഞ്ഞ് അതിനെ സെറ്റിൽ ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ എം ടി പറയുന്നത്, ഈ മകൻ മരിച്ച ദുഃഖത്തിൽ ഈ കൃഷ്ണൻ്റെ വാദം കേട്ടുകൊണ്ടിരിക്കുന്ന ഭീമനായിരുന്നു എൻ്റെ മനസ്സിൽ. ആ അച്ഛൻ്റെ ദുഃഖം എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല. അവിടെയാണ് ഞാൻ ഭീമനെ മനുഷ്യനായി കണ്ടത് തന്നെ. ഈ ചിന്തയാണ് എം ടിയെ എപ്പോഴും ഇത്തരത്തിലാണ് എം ടി സാഹിത്യത്തെയും പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയും ഒക്കെ നോക്കിക്കൊണ്ടത്. അതുകൊണ്ടാണ് ആ വേദനകളെ ഒപ്പിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞ്. അടിസ്ഥാനപരമായി എം ടിയുടെ സാഹിത്യം മനുഷ്യവേദനകളുടെ സമാഹാരമാണ്. മനുഷ്യൻ്റെ വേദനകളെ, അത് കാലത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഒക്കെ പ്രശ്നങ്ങളിൽ നിന്നുണ്ടാകുന്ന വേദനകളെ, അതിൻ്റെ ആന്തരിക അർത്ഥത്തിൽ സമൂഹവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം, മനുഷ്യൻ സമൂഹത്തിൽ ഇടപെടുന്ന വ്യക്തി എന്ന രീതിയിൽ സമൂഹം മനുഷ്യനുണ്ടാക്കുന്ന പ്രതിസന്ധികൾ, അതുമൂലമുണ്ടാകുന്ന പെയിൻ, അപ്പോൾ ഇത്തരത്തിലുള്ള വേദനകളെ കണ്ടെത്തുകയും എം ടിയുടെ ജീവിതം തന്നെ വേദനകളെക്കുറിച്ചുള്ളതായിരുന്നു എനിക്ക്. അദ്ദേഹം എപ്പോഴും വേദനിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹം
ഒരുപാട് തെറ്റുകളെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അപജയത്തിൻ്റെതായ ഒരു കാലം ഉണ്ടായിരുന്നു എന്ന് എൻ്റെ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ അതിനെ തിരിച്ചു പിടിക്കാൻ ഞാൻ മദ്യാസക്തിയിൽ വല്ലാതെ ആയിപ്പോയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, മദ്യത്തിൻ്റെ തിമർപ്പിൽ ഞാൻ ഒരു വരി പോലും എഴുതിയിട്ടില്ല, ഒരു കത്ത് പോലും എനിക്ക് എഴുതാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മദ്യത്തിൽ എഴുതുന്ന മനുഷ്യരോട്, എഴുത്തുകാരോട് പറയേണ്ടത് എം ടി വാസുദേവൻ നായരുടെ ഈ ഉത്തരമാണ്. ഒരിക്കൽ പോലും ഞാൻ അങ്ങനെ എഴുതി. അപ്പം സ്വന്തം ജീവിതത്തെ കൃത്യമായി വിലയിരുത്താനും അടയാളപ്പെടുത്താനും അദ്ദേഹത്തിന് എപ്പോഴും കഴിഞ്ഞിരുന്നു. അത് ശ്രദ്ധയോടുകൂടി അദ്ദേഹം ചെയ്തിരുന്നു. ജീവിതത്തിൽ ഒരു നിമിഷം പോലും പാഴാക്കാതെ ജീവിതമെന്ന് പറയുന്നതിൻ്റെ അപൂർവതയെക്കുറിച്ച്, നമുക്ക് ആകെക്കൂടി ഒരു ജീവിതമല്ലേ ഉള്ളൂ എന്ന് അദ്ദേഹം പല അഭിമുഖത്തിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിനെക്കുറിച്ചുള്ള ബോധ്യം, അവിടെയാണ് തൻ്റെ ഇടപാട്. എഴുത്തുകാരൻ ആരാണ് എന്ന ചോദ്യം. എഴുത്തുകാരനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തെ ഒരു അഭിമുഖം നടത്തിയപ്പോൾ, മാതൃഭൂമി ആഴ്ചപ്പതിന് വേണ്ടി നടത്തിയ അഭിമുഖത്തിൽ ഞാൻ ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, എഴുത്തുകാരന രീതിയിൽ താങ്കൾ തൃപ്തനാണോ എന്ന് ചോദിക്കും. വലിയ ഉയരങ്ങളൊക്കെ നേടി അവാർഡുകളൊക്കെ കിട്ടി ഇന്ത്യയിലെ എല്ലാ അംഗീകാരങ്ങളും നേടിയ എഴുത്തുകാരനാണ്, തൃപ്തനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എം ടി പറഞ്ഞ ഉത്തരം ഞെട്ടിക്കുന്നതായിരുന്നു. തൃപ്തനാണ്, പക്ഷെ ഇപ്പോഴും അപരിചിതരായവരോട് നിങ്ങൾ എന്തു ചെയ്യുന്നു എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എഴുത്തുകാരനാണെന്ന് പറയാനുള്ള ധൈര്യം എനിക്കില്ല, ഞാനൊരു പത്രപ്രവർത്തകനാണെന്നേ പറയാറുള്ളൂ എന്നുള്ളത്. ഈ ബോധം, ഈ വിനയമാണ് എം ടിയെ ഉയരങ്ങളിലേക്ക് എത്തിച്ചതെന്നത്. എം ടി, എനിക്കൊന്ന് സമയം വളരെ കുറവാണ്. അപ്പോൾ എം ടി എപ്പോഴും കാണുമ്പം, അവസാനമായിട്ട് ഞാൻ ആശുപത്രിയിൽ പോയി കണ്ടിട്ടുണ്ട്. ആശുപത്രിയിൽ വലിയ ബോധമൊന്നുമില്ല, എന്നാലും പോയി ഞാൻ സംസാരിക്കുകയും എന്നെ ഇങ്ങനെ കൈ ചേർത്ത് പിടിക്കുകയും, എപ്പോഴും കൈ ചേർത്ത് പിടിക്കുകയും അന്ന് അപ്രതീക്ഷിതമായി എൻ്റെ താടിയിലൊക്കെ കൈയെടുക്കുകയും വളരെ വികാരാധീനായി കാണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപൂർവമായ ഭാഗ്യമാണ്. എങ്ങനെയോ ഒരു കുറ്റപ്പെടുത്തലിൻ്റെ ഭാഗമായിട്ട് ചേർന്ന് വന്ന ഞങ്ങളുടെ ബന്ധം വളരെ ഹൃദയത്തിൽ ചേർന്ന ഒരു ബന്ധമായി മാറുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ അവസാനം പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് കാണാമെന്ന് അദ്ദേഹം ചേർന്ന് പറയും. ഓരോ തവണ സിത്താരയിലെ മുറി വിട്ട് പുറത്ത് പോകുമ്പം നമുക്ക് കാണാമെന്ന് പറഞ്ഞാണ് കൈ പിടിച്ച് പുറത്താക്കുക. അപ്പോൾ ഈ ആശുപത്രിയിൽ കിടന്നും നമുക്ക് കാണാം എന്ന് പറഞ്ഞ് എൻ്റെ കൈ ചേർത്ത് പിടിച്ചിരുന്നു. ഒരുപക്ഷെ ആ നമുക്ക് കാണൽ ഇനി ഇല്ല എന്ന് പറയുന്ന ആ യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കാൻ എൻ്റെ മനസ്സ് ഇപ്പോഴും തയ്യാറായിട്ടില്ല എന്ന് മാത്രമേ ഈ സമയക്കുറുള്ള വേളയിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്കെല്ലാവർക്കും എം ടി അറിയുന്ന, എം ടിയെ വായിച്ച ഓരോ മനുഷ്യനും, ഓരോ മലയാളിക്കും എം ടി അവരുടെ സ്വന്തമാണ്. അവർക്കെല്ലാം അവരുടേതായ ഒരു വികാരത്തിലൂടെ എം ടി അടയാളപ്പെടുത്താൻ കഴിയും. അതാണ് എം ടിയുടെ വലിപ്പം. അങ്ങനെ അടയാളപ്പെടുത്തപ്പെടാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ആ ഉയരമുള്ള, ആ മഹത്വമുള്ള, ആ നന്മയുള്ള, ആ പാരസ്പര്യമുള്ള എത്ര എഴുത്തുകാർ നമുക്കുണ്ട് എന്നുള്ള വലിയ ചോദ്യമാണ് മലയാള സാഹിത്യത്തിൻ്റെ മുന്നിൽ എം ടിയുടെ ശൂന്യത ഉണ്ടാക്കുന്നത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മൂന്നെണ്ണം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ 2 മിനിറ്റ് പറഞ്ഞു. അല്ല, കൂടുതൽ നമുക്ക് പിന്നെ സുധീർ പറഞ്ഞു കഴിഞ്ഞു. കാരണം എം ടിയുമായിട്ട് എനിക്ക് തോന്നുന്നത് ഏറ്റവും അടുപ്പം വെച്ച് പുലർത്തിയ ഒരാളാണ് സുധീർ. പ്രത്യേകിച്ച് എം ടിയുടെ അവസാന നാളുകളിലൊക്കെ ആ അനുഭവമാണ് അദ്ദേഹം നമ്മളുമായിട്ട് പങ്കുവച്ചിട്ടുള്ളത്. നമുക്ക് അറിയാത്ത, നമുക്ക് ഊഹിക്കാൻ മാത്രം കഴിഞ്ഞിട്ടില്ല പല കാര്യങ്ങളുമാണ്. ഒരാൾ എന്നോട് പറഞ്ഞത് എം ടി മരണത്തിൻ്റെ അടുത്ത് വരെ ബീഡി വലിച്ചിരുന്നു എന്നുള്ളതാണ്. പിന്നീട് ഡോക്ടർമാർ പറഞ്ഞു പുകവലി നിർത്തണമെന്ന്. അങ്ങനെയാണ് നിർത്തിയത്. പക്ഷേ എന്നിട്ട് ഞാൻ കേട്ടത് എം ടി ഇങ്ങനെ പിന്നെ അവിടെ അബോധാവസ്ഥയിൽ ഉറങ്ങിക്കിടക്കുമ്പോഴും എം ടിയുടെ ചുണ്ടുകൾ ബീഡി ഉള്ളതായിട്ട് കാണുന്നവർക്ക് തോന്നിയിരുന്നു എന്നുള്ളത്. അതായത് ബീഡി വലിക്കുമ്പോഴുള്ള ചലനങ്ങൾ അദ്ദേഹത്തിൻ്റെ പിന്നെ ചുണ്ടുകളിൽ ഉണ്ടായിരുന്നു എന്ന് ഒരാൾ എന്നോട് പറഞ്ഞു. അപ്പം കാരണം 70 വർഷങ്ങളോളം ബീഡി വലിച്ച് അതൊരു ദിവസം നിർത്തിയപ്പോൾ പിന്നെ വലിക്കത്തപ്പോഴും ആ ഒരു ചലനം അത് നമുക്ക് നമ്മുടെ മനസ്സിൽ ഒരു പൊള്ളലായിട്ട് നിൽക്കുന്നു. ഇപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എം ടിയിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്, പഠിക്കാനുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു എം ടിയുടെ ഒരു ബൃഹത്തായ ജീവിതകഥ വൈകാതെ വരുന്നുണ്ട്. ശ്രീകുമാർ എഴുതിയ, അതിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പിന്നെ
മനസ്സിലാകും ഒരു എം ടിയെക്കുറിച്ച് ഇതുവരെ അറിയാത്ത കാര്യങ്ങൾ. എനിക്കിപ്പോഴും എം ടി മനസ്സിലാക്കാൻ കഴിയാത്ത, പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയാത്ത ഒന്നാണ്. പിടികിട്ടി എന്ന് തോന്നുമ്പോൾ അടുത്ത നിമിഷം തോന്നും ഇല്ല, പിടികിട്ടിയിട്ടില്ല എന്നുള്ളത്. അങ്ങനെ ഞാൻ നിരന്തരം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന, മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എഴുത്തുകാരനാണ്. അപ്പോൾ ഈ അന്വേഷണത്തിൽ ഇടയ്ക്കിടയ്ക്ക് ചില കാര്യങ്ങൾ ഞാൻ കണ്ടെത്തുന്നു. അതാണ് ഞാൻ വായനക്കാരുമായിട്ട് പങ്കുവെക്കുന്നത്, നിങ്ങളുമായിട്ടും ഇവിടെ പങ്കുവെക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഇനി നമുക്ക് എം ടിയെക്കുറിച്ച് അറിയാറുണ്ട്, ഒരുപാട് അന്വേഷണങ്ങൾ നടത്താനുണ്ട്. പക്ഷേ ഒന്ന് മാത്രം സുധീർ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു എഴുത്തുകാരൻ ഇനി നമുക്ക് ഉണ്ടാകില്ല എന്നല്ല, ഒരുപക്ഷെ ഉണ്ടാകുമായിരിക്കാം. പക്ഷേ നമുക്ക് മാതൃകയെ കാണുവാൻ, നമുക്ക് പിന്തുടരുവാൻ ഒരുപക്ഷെ വേറൊരു എഴുത്തുകാരൻ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എം ടിയേക്കാൾ വലിയ എഴുത്തുകാരൻ ഉണ്ടായേക്കാം, നമുക്ക് പറയാൻ പറ്റില്ല, ഉണ്ടായേക്കാം. പക്ഷേ പിന്തുടരുവാൻ, നമുക്കെന്നും പിന്തുടരുവാൻ എം ടി മാത്രമേ ഉണ്ടാകൂ എന്നുള്ളൊരു തോന്നലാണ് എനിക്കുള്ളത്. അപ്പോൾ എനിക്ക് സന്തോഷം. എൻ്റെ ആദ്യത്തെ കഥ പ്രസിദ്ധീകരിച്ചത് എം ടിയാണ്. മഴ പ്രതീരങ്ങൾ പ്രസിദ്ധീകരിക്കുമ്പോഴും എം ടി മാതൃഭൂമിയിലുണ്ട്. അങ്ങനെ എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങളിലൊക്കെ എം ടി ഉണ്ടായിരുന്നു. മാതൃഭൂമി പുരസ്കാരം എനിക്ക് കിട്ടിയപ്പോൾ ഇപ്പോഴും ഓർമ്മയുണ്ട്. വേദിയിൽ വെച്ച് പുരസ്കാരം തന്ന വേദിയിൽ വെച്ച് എന്നെ കെട്ടിപ്പിടിച്ചു അദ്ദേഹം. അത് പത്രത്തിലേക്ക് വന്നിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. ആ നിമിഷം എനിക്ക് തോന്നി ആ കെട്ടിപ്പിടുത്തം അവസാനിക്കരുത്, അത് എന്നേക്കുമായിട്ട് നിലനിൽക്കണമെന്നുള്ളത്. അങ്ങനെ അമ്പരപ്പിക്കുന്ന, ധരിപ്പിക്കുന്ന, വറപ്പിക്കുന്ന ഒരു എഴുത്തുകാരനാണ് എം ടി. തികച്ചും നവ്യമായ ഒരു അനുഭവമായി നമുക്ക് ഈ സംഭാഷണം, കൊച്ചു കൊച്ചു വ്യക്തി അനുഭവങ്ങളിലൂടെ ഒരു മഹാനായ എഴുത്തുകാരൻ്റെ വ്യക്തിത്വത്തിൻ്റെ മഹത്വവും അതിൻ്റെ ആർദ്ര തലങ്ങളുമൊക്കെ വിശദീകരിക്കുന്ന ഒരു സംഭാഷണമായത് തുഞ്ചൻ സ്മാരക ട്രസ്റ്റിൻ്റെയും സദസ്സിൻ്റെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു.